ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ചർച്ചയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഓർഗാനിക് വേഴ്സസ് മെക്കാനിസ്റ്റിക് ഇന്റലിജൻസ്. അപ്പൊ ഇങ്ങനെ ഒരു ചർച്ച വെക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ വി ആർ സപ്പോസ് ടു ബി ഇൻ ആൻ AI ഏജ്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്രേക്ക് ത്രൂ കിട്ടി എന്നുള്ള രീതിയിലാണ് സിലിക്കൺ വാലിയിലെ കമ്പനികൾ അഡ്വർടൈസ് ചെയ്യുന്നതും അവരുടെ പോഡ്കാസ്റ്റുകളും എല്ലാം അതാണ് കാണിക്കുന്നത്. അപ്പോ ഈ ഒരു ക്രൗഡഡ് കൺട്രി ലൈക്ക് ഇന്ത്യ, ഈ റാമ്പന്റ് ആയിട്ടുള്ള മെക്കനൈസേഷൻ ത്രൂ AI അത് അഫോർഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാം. എന്ന സ്ഥാനത്ത് എ കൺട്രി ലൈക്ക് ജപ്പാൻ അല്ലെങ്കിൽ ഈവൻ യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ US പല ഭാഗത്തും ഒരു AI ബേസ്ഡ് എന്താ പറയുക സൊല്യൂഷൻസ് അവിടുത്തെ ലേബർ ഷോർട്ടേജിനും മറ്റേനുമൊക്കെ ഒരു പരിധി വരെ സൊല്യൂഷൻ ആവുന്നുള്ളതും പറയുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ ഉപരി ഈ ഒരു ഡിബേറ്റിന്റെ പുറകില് ഒരു US വേഴ്സസ് ചൈന ആംഗിളും കൂടിയുണ്ട്. അതായത് ആരാണോ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ഓർ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് ആയിട്ട് അധികം ASI. അപ്പൊ ഇപ്പൊ AI, AGI, ASI ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ AGI ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്ലോഡ് 4 അല്ലെങ്കിൽ മറ്റേ ChatGPT 5 AGI വരും എന്നുള്ള രീതിയിലാണ് സാം ആൾട്ട്മാനും മറ്റേ ആന്ത്രോപ്പിക്കിന്റെ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോ ഈ ആദ്യ വേവ് ChatGPT 2022 വന്നപ്പോ അതൊരു LLM അല്ലെങ്കിൽ ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിനെ ചുറ്റിപ്പറ്റിയൊരു റാപ്പർ മാത്രമായിരുന്നു. പിന്നെ അതിൽ കുറച്ച് സൂപ്പർവൈസ്ഡ് ലേണിങ്ങും പിന്നെ ഒരു റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ത്രൂ ഹ്യൂമൻ ഫീഡ്ബാക്ക് വഴി മുന്നോട്ട് പോയെങ്കിലും ഈ മോഡലുകൾക്കൊന്നും റീസണിങ് കപ്പാസിറ്റി ഇല്ല എന്നുള്ളതായിരുന്നു പരാതി. അപ്പൊ റീസണിങ് കപ്പാസിറ്റിക്ക് വേണ്ടി ഇപ്പൊ മോഡലുകളിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പുതിയ RLHF മാതിരി RLVRO അങ്ങനെ കുറെ, അതായത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് റിവാർഡ് ബേസ്ഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് റീസണിങ് കപ്പാസിറ്റി ഇൻ മാത്തമാറ്റിക്സ് ഒക്കെ വെക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഇതെങ്ങനെ ആസ് ഹ്യൂമൻസ്, ഓക്കെ, ആസ് നോർമൽ ഹ്യൂമൻസ് ഇതെങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഓരോ സ്ലൈഡ് ബൈ സ്ലൈഡ് ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ലൈഡ് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അങ്ങനെയാണ് ഇതിന്റെ. ഇപ്പൊ ഫസ്റ്റ് സ്ലൈഡ് എന്താന്ന് നോക്കാം. അപ്പൊ ഓർഗാനിക് കാർബൺ ഇന്റലിജൻസ് വേഴ്സസ് മെക്കാനിസ്റ്റിക് സിലിക്കൺ ഇന്റലിജൻസ്. ഓക്കെ, നമ്മൾ കാർബൺ ബേസ്ഡ് സ്പീഷീസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ സിലിക്കൺ ആണ് ഇപ്പോ അറ്റ്ലീസ്റ്റ്, അതായത് എന്താ പറയാ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീനെ പവർ ചെയ്തത്. അതിപ്പോ അമേരിക്കയിലെ ഒരു സ്ഥലം, കാലിഫോർണിയയിലെ ഒരു സ്ഥലത്ത് സിലിക്കൺ വാലി എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ കാർബൺ വാലി എന്നുള്ള സാധനമല്ല. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം എടുക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു ന്യൂറോൺസ്, ഓക്കെ, അതാണ് നമ്മുടെ സെന്റർ ഓഫ് ബ്രെയിൻ ആക്ടിവിറ്റി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ ബയോളജിക്കൽ ന്യൂറോൺസ് വേഴ്സസ് എഞ്ചിനീയർ ട്രാൻസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്റർ ആണ് മോഡേൺ എന്താ പറയാ ഈ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും പിന്നെ അതിന്റെ മുകളിൽ മറ്റേ ഈ ആഡറും ഹാഫ് ആഡറും പിന്നെ പല ലോജിക്ക് നമ്മൾ ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ ആണ് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക്. 1948 വില്യം ഷോക്ലിയാണ്. ഇപ്പൊ ന്യൂറോൺസ് ആണ് ഒരു ഈ ന്യൂറൽ നെറ്റ്വർക്കിന്റെ മോഡൽ 1943 മെക്കുളോപിറ്റ്സ് ആണ്. പക്ഷെ ബയോളജിക്കൽ ന്യൂറോൺസിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പൊ ഒരു ന്യൂറൽ ഹൈപ്പോത്തസിസ് ഉണ്ട് എങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ ഈ എന്താ പറയാ കാർബൺ ഇന്റലിജൻസ് ബയോളജിക്കൽ ന്യൂറോൺസ്, എഞ്ചിനീയർ ട്രാൻസിസ്റ്റേഴ്സ് മെക്കാനിസ്റ്റിക് ഇന്റലിജൻസിനെ ഇത് ചെയ്യുന്നു. പിന്നെ ഈ ബയോളജിക്കൽ ന്യൂറോൺസിന് അഡാപ്റ്റിവിറ്റി, പ്ലാസ്റ്റിസിറ്റി ആൻഡ് സെൽഫ് ഓർഗനൈസേഷൻ. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, ന്യൂറോജെനസിസ് ഉണ്ട്, പിന്നെ അത് എന്താ പറയാ ഈ നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അത് റീവയർ ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് മെക്കാനിസ്റ്റിക് ഇന്റലിജൻസിൽ അങ്ങനെ ഒരു പ്ലാസ്റ്റിസിറ്റി കൊടുക്കണമെങ്കിൽ അത് സോഫ്റ്റ്വെയറിന് കൊടുക്കാൻ പറ്റുള്ളൂ, ഹാർഡ്വെയറിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് ലോജിക് വേഴ്സസ് പ്രോബബിലിസ്റ്റിക് അപ്രോക്സിമേഷൻ. അതായത് ഈ ട്രാൻസിസ്റ്റേഴ്സ് ലോജിക്കിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. എന്ന സ്ഥാനത്ത് മനുഷ്യര്, അതായത് ഈ ഹ്യൂമൻ റീസണിങ് പ്രോബബിലിസ്റ്റിക് അപ്രോക്സിമേഷൻ ആണ്. ഓക്കെ, മെഷീൻ ലേണിംഗ് വരുമ്പോൾ ഓക്കെ പ്രോബബിലിസ്റ്റിക് അപ്രോക്സിമേഷൻ ഉണ്ട്, പക്ഷെ അത് സോഫ്റ്റ്വെയറിൽ നമ്മൾ മോഡൽ ചെയ്യുന്ന എന്താ പറയാ ന്യൂറൽ നെറ്റ്വർക്കിനാണ് ആ പ്രോബബിലിറ്റിക് അപ്രോക്സിമേഷനിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ട്രാൻസിസ്റ്റേഴ്സ്
ബൈ വാല്യൂഡ് ലോജിക്കിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് മറ്റേ ആൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്, ഓർ ഗേറ്റും ഹാഫ് ആഡറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ പ്രോബിലിസ്റ്റിക് അപ്രോക്സിമേഷൻ ആണ്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ കുറച്ച് എനർജിയെ ഡിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. എന്ന സ്ഥാനത്ത് മെക്കാനിസ്റ്റിക് ഇന്റലിജൻസ് പവർ ചെയ്യണമെങ്കിൽ ഡാറ്റാ സെന്റേഴ്സിലെ ലാർജ് റാക്ക് ഓഫ് GPUs, ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് പവർ ഹംഗ്രിയാണ്. അത് പല സ്ഥലത്തെയും കുടിവെള്ളം വരെ മുട്ടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി, ഇമോഷൻ ആൻഡ് കോൺഷ്യസ്നസ് ഗ്യാപ്സ്. കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞ സാധനം രണ്ടർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ ഒരു വെസ്റ്റേൺ പാർലൻസിൽ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോബുദ്ധി തലത്തിൽ ആവിർഭവിക്കുന്ന ഒരു എന്താ പറയാ ഒരു കാര്യമായിട്ടാണ് വെസ്റ്റേൺ സിവിലൈസേഷൻ അറിയുന്നത്. സ്ഥാനത്ത് ഈസ്റ്റേൺ ഇതിലിപ്പോ പ്രത്യേകിച്ച് ഇന്ത്യയിലെ വേദാന്തം ഒക്കെ ആണെങ്കിൽ കോൺഷ്യസ്നസ് ആണ് ഫണ്ടമെന്റൽ. അതിന്റെ മുകളിൽ അതിൽ നിന്നാണ് തോട്ടും മറ്റേതൊക്കെ വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഓഫ് കോഴ്സ് അതായത് ഇവിടെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ബേസ്ഡ് ഇന്റലിജൻസ് ഈസ് സപ്പോസ് ടു ഹാവ് ക്രിയേറ്റിവിറ്റി, ഇമോഷൻ ആൻഡ് കോൺഷ്യസ്നസ്. അപ്പോ ഇതാണ് ഇതിന്റെ കാര്യം. ഒരു നമ്മൾ ഇതിനെക്കുറിച്ച് റീസൺ ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റേഴ്സ്, മെക്കാനിസ്റ്റിക് ഇപ്പൊ എന്താ പറയാ ഓർഗാനിക് ഇന്റലിജൻസിനെ കുറിച്ച് റീസണിങ് okay, we study in biology and we pretty much know it. But when you think about mechanistic intelligence, okay, transistors are engineered. They are based on, they at this point in time at a hardware level they lack adaptivity, plasticity and self-organization. And they at a hardware level it is working on deterministic logic, whereas humans reason based on probabilistic approximation. Energy efficient ആണ് കാർബൺ ഇന്റലിജൻസ്. ഇവിടെ large rack of GPUs has to work together in order to do even inference. Traditionally machine learning, even neural network പോലും ട്രെയിനിങ് ടൈം ആയിരുന്നു എക്സ്പെൻസീവ്, മറ്റേ ഇൻഫറൻസ് ടൈം ചീപ്പ് ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മോഡേൺ LLMs ആൻഡ് അതിന്റെ പോസ്റ്റ് LLM അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് റീസണിങ് മോഡൽ LLM മോഡൽസ് ഇറ്റ് റിക്വയർസ് എനർജി ഇൻഎഫിഷ്യൻസി ഉണ്ട് അവിടെ. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി, ഇമോഷൻസ് അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യും. വി ക്യാൻ സിമുലേറ്റ് ദാറ്റ് വെദർ വിൽ ബി ഏബിൾ ടു എന്താ പറയാ എമുലേറ്റ് ലൈക്ക് ഓക്കെ ഇപ്പൊ ബയോളജി, ഇപ്പൊ ഡാർവിനിയൻ എവല്യൂഷന്റെ ബൈ പ്രൊഡക്റ്റ് ആയ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് ദി അഫയേഴ്സ് ഇന്റലിജൻസ് എന്തായാലും ഒരു മെക്കാനിസ്റ്റിക് ഇന്റലിജൻസിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ അസംഷൻ. So, any thoughts on this slide? ഇല്ല, എനിക്കൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് പറഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാൻ പോയത് ബയോളജിക്കൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്റെ ഹോമോസെപ്പിയൻസിന്റെ എടുത്താൽ തന്നെ ഒരു 3 ലക്ഷം വർഷത്തെ എവല്യൂഷന്റെ റിസൾട്ടാണ് നിൽക്കുന്നത്. ഇത് കറക്റ്റ് 100 വർഷം ആയിട്ടില്ല ഏത് കമ്പ്യൂട്ടർ എന്നുള്ള നിലയിലെടുത്താൽ പോലും. അപ്പൊ അങ്ങനത്തെ ഒരു കമ്പാരിസൺ ഇപ്പത്തെ സ്റ്റേറ്റില് കാര്യമില്ല, ഓവർ ടൈം അല്ലേ എത്തുള്ളൂ. അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച വെച്ചതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പൊ കാർബൺ ഇന്റലിജൻസ് ഇൻഹറന്റ് ആയിട്ട് ഓരോ വ്യക്തികൾക്കും അവരുടെ പാത്ത് ഡിപ്പെൻഡൻസി എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇവോൾവ്. പക്ഷെ അത് സ്കെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹാർഡ്വെയർ കൂട്ടിയോണ്ടോ അങ്ങനെയൊന്നും ഇത് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. പിന്നെ മനുഷ്യർ ടയർഡാവും, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഒരു മെക്കാനിസ്റ്റിക് ഇന്റലിജൻസ് ഈവൻ ദോ അതിന് കുറെ ലിമിറ്റ്സ് ഉണ്ടെങ്കിലും ഒരു ഓഗ്മെന്റേഷൻ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? വെദർ കോമ്പോസിറ്റ് ഇന്റലിജൻസ്, ഇത് കാർബൺ ഇന്റലിജൻസും സിലിക്കൺ ഇന്റലിജൻസും മറ്റേ ജുഡീഷ്യസ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊഡ്യൂസ് ബെറ്റർ ഹ്യൂമൻസ് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും തോട്ടുണ്ടോ? സൈബർനെറ്റിക്സ് നല്ല സ്കോപ്പുള്ള ഏരിയയാണ്. മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെ വരും എന്നുള്ളതും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, അതായത് കമ്പ്യൂട്ടറിൻ്റെ പ്രോബ്ലംസ് ഇൻഹെറിറ്റ് ആയി വരുമല്ലോ, ഹാക്ക് ചെയ്യണത്, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതായത് ഒരു ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് കാലങ്ങളോളം ഉണ്ടാവും. അതായത് ഈ പറയുന്ന മാതിരി ഈ മെഷീൻ ടേക്കിംഗ് ഓവർ ദ വേൾഡ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അക്കൗണ്ടബിലിറ്റി ആരെങ്കിലും എടുക്കണം, മനുഷ്യൻ തന്നെ എടുക്കണം. ആരെങ്കിലും അല്ല, മനുഷ്യൻ തന്നെ എടുക്കണം. അപ്പൊ അവിടെ ഫിലോസഫിക്കൽ ലീഗൽ ഇഷ്യൂസ് ഒക്കെ വരും അങ്ങനെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ചെയ്യണ കാര്യത്തിൽ മനുഷ്യൻ ഡിസിഷൻ എടുക്കണം. ഓക്കെ, നമ്മള് ഈ ഗ്രൂപ്പിന്റെ ഒരു ഇത് ലാല് പറഞ്ഞു. പറഞ്ഞു
അല്ല, ഗ്രൂപ്പിന്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്റലിജൻസ് എന്നുള്ള സംഭവം ഇല്ല, ഒരു നോളജ് ഗെയിം ആണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതും അങ്ങനെയല്ല, നമ്മള് അങ്ങനെയാക്കി മാറ്റാമെന്ന്. അതായത് ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റലിജൻസ് ഫിക്സ്ഡ് ആണെന്നുള്ള ഈ IQ നമ്മളിവിടെ പരാമർശിക്കുന്നില്ല. IQ കൂടൂല അങ്ങനെയൊക്കെ പറഞ്ഞ ഡിബേറ്റ് ഉണ്ട്. അത് ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം ഫങ്ഷൻ ഓഫ് യുവർ എക്സ്പോഷർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോളർഷിപ്പ്, അതായത് സംതിങ് വിച്ച് ക്യാൻ ബി ഇംപ്രൂവ്ഡ് എന്നുള്ള ഒരു അസംഷൻ ഈ ഗ്രൂപ്പിനുണ്ട്. അതായത് അത് നർച്ചർ ചെയ്യാൻ പറ്റുമെന്ന്, അതാ ഉദ്ദേശിക്കുന്നത്. ഇന്റലിജൻസ് ഇല്ലാന്നല്ല, അതായത് ഇന്നേറ്റ് ഇന്റലിജൻസ് ഇല്ല എന്നുള്ളൂ, അത് നമുക്ക് നർച്ചർ ചെയ്യാന്നാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഞാൻ വേറൊരാളെക്കാളും ഇന്റലിജന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, അതൊന്നും പറഞ്ഞൊന്നുമില്ല ഇവിടെ. എത്തിക്സ് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു പുള്ളി ഇപ്പൊ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഫോർ ഡാറ്റാബേസ് പ്രൊഫഷണൽസ് എന്നുള്ള ബുക്ക്, ലോജിക് ആൾജിബ്ര ആൻഡ് ഡാറ്റാബേസ്, ഈ 2 ബുക്ക് പുള്ളി പഠിക്കുന്നുണ്ട്. ഈ 2 ബുക്ക് പുള്ളി പഠിച്ചു തുടങ്ങിയതിന് ശേഷം പുള്ളിയുടെ ഡാറ്റാബേസിലുള്ള റീസണിങ് മാത്രമല്ല, പുള്ളിയുടെ പ്രോഗ്രാമിങ്ങിലുള്ള റീസണിങ്ങും, പുള്ളി ഉപയോഗിക്കുന്ന പല ടൂളുകളുടെയും ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ മോഡസ് ടോളൻസ് ആണോ, മോഡേൺ സ്പോണൻസ് ആണോ, ഇനി ഇംപ്ലിക്കേഷൻ എന്താണ്, കോൺട്രാപോസിറ്റീവ് എന്താന്ന് ഇപ്പൊ ഡെയിലി സംസാരിക്കുന്നത്. ഇപ്പൊ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ കൂടിയിട്ടുണ്ട്. അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇന്റലിജൻസ് അല്ലേ അത്. അതായത് പുള്ളി പ്രൊപ്പോസിഷണൽ ലോജിക്കും സെറ്റ് തിയറിയും പ്രെഡിക്കേറ്റ് ലോജിക്കും പുള്ളി സ്കിം ചെയ്തതിന്റെ ഫലമായിട്ടാണ് പുള്ളിക്ക് ആ ഇന്റലിജൻസ് കൂടിയെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താ പറയാ, കമ്പൈലർ എഴുതാൻ പഠിക്കുന്നു. അപ്പൊ ഒരു ഇൻഡസ്ട്രിയൽ സ്ട്രെങ്ത് കമ്പൈലർ ആരും സ്ക്രാച്ച് ചെയ്യുന്നൊന്നും എഴുതാറില്ല. LLVM ഓപ്പൺ JDKയുടെ ഒക്കെ ഇതേ ഉള്ളൂ. പക്ഷേ ഇഫ് യു ലേൺ ഹൗ ടു റൈറ്റ് എ കമ്പൈലർ ഫ്രം സ്ക്രാച്ച്, യു അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ തിങ്. അപ്പൊ നിങ്ങൾ കമ്പൈലേഷൻ മാത്രമല്ല, നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിലും പ്രോഗ്രാമിംഗ് മോഡൽസിനെ കുറിച്ചും ടൈപ്സിനെ കുറിച്ചും ഒരു ബോർഡർ സെറ്റ് ഓഫ് റീസണിങ് കൂടുമ്പോൾ നിങ്ങളുടെ ഇന്റലിജൻസ് കൂടുമല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് കൂട്ടാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓർഗാനിക് ഇന്റലിജൻസ് അങ്ങനത്തെ ഒരു സംഭവമാണ് അല്ലെ? ഓർഗാനിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, അതായത് മനുഷ്യന് ഡിവോയ്ഡ് ഓഫ് ഡിവൈസസ്, MDMA ഒന്നും കഴിക്കാതെ എക്സ്പ്ലിസിറ്റ് റീസണിങ്ങും മറ്റേ എന്താ പറയാ ഈ എക്സ്പോഷറും വന്ന പാത്തിൽ നിന്ന് എൻവയോൺമെന്റിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മളൊരു ആകത്തുക ഒരു മനുഷ്യനുണ്ടല്ലോ, ലോകത്തെ വേൾഡ് വ്യൂ എല്ലാം കൂടി ചേർന്നതിനാണ് ഇന്റലിജൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So that he can respond to maximum amount of stimulus. ഓർഗാനിക്കലി ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തിക്ക് ഫിലോസഫി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആണോ വ്യത്യാസം? അങ്ങനെയല്ല. ഓർഗാനിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ എപ്പിസ്റ്റമോളജിയും അങ്ങനത്തെ എന്താ പറയാ അതൊക്കെ പഠിച്ച്, പിന്നെ എന്താ പറയാ ഈ ഫാക്ട്സ് അക്യൂമുലേറ്റ് ചെയ്ത് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ച് മോഡൽ ചെയ്ത് ഒരു സ്ലോ ഡെലിബറേറ്റീവ് പ്രോസസ് ആണ് സിസ്റ്റം ടു തിങ്കിങ് എന്ന് പറയും. അത് കൂട്ടാം. മറ്റേതെന്താണ് സിലിക്കൺ ബേസ്ഡ് ഇന്റലിജൻസ് ട്രെയിൻ ചെയ്യിപ്പിച്ചത്? അല്ല, സിലിക്കൺ ബേസ്ഡ് ഇന്റലിജൻസ് ഇപ്പോ സ്റ്റേറ്റ് ഓഫ് ദി അവേഴ്സ് സിസ്റ്റം 1 തിങ്കിങ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ അത് കൂട്ടുന്നത്. അതായത് പെട്ടെന്ന് ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് ക്വിക്കായിട്ട് റീസൺ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓർഗാനിക് ഇന്റലിജൻസിന് വേണ്ടിയുള്ള ഒരു ഡിവൈസ് ആണ് അല്ല, അങ്ങനെയല്ല, അതിനെ ഓഗ്മെന്റ് ചെയ്യാൻ പറ്റണം. പക്ഷെ ഇപ്പൊ ഒരു AI വന്നു, AGI വന്നു, ഏജന്റിക് AI വരുന്നു. അപ്പോ അങ്ങനെ വരുമ്പോ മെക്കാനിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളപ്പോ ഐഡിയലി സ്പീക്കിംഗ് ഓർഗാനിക് ഇന്റലിജൻസിനെ ഓഗ്മെന്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ now the claims have been made where mechanistic intelligence can replace even systems, let alone humans. അപ്പോ ആ ഒരു ഡിബേറ്റിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിപ്പോ സംസാരിക്കണേ. അപ്പൊ അതിൽ കീ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞെന്നുള്ളൂ. അടുത്ത ഓർഗാനിക് ഇന്റലിജൻസിൽ എന്താ പറയാ, ഉറങ്ങണതും ടയേർഡ് ആവണതും ഒക്കെ ഒരു ഡിഫറൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അതെ, അത് കറക്റ്റാ. മറ്റേന് വീസൽ ഫിനോമിന എന്ന് പറയും. അതായത് ഒരു ജീവിയുടെ മാതിരിയാ. അതായത് ടയർഡ് ആവില്ല സാധനം. മെക്കാനിക്കൽ
മെക്കാനിസ്റ്റിക് ഇന്റലിജൻസ്. അപ്പൊ എൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 60 ഇയർ വർക്ക് ചെയ്യേണ്ട, മിനിമൽ മെയിൻ്റനൻസിൽ ഓടണ്ട, മനുഷ്യൻ്റെ അത്രയും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 അവർ ഡൗൺ ടൈം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ്റനൻസിന് വേണ്ടി ഡെയിലി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയില്ലേ? അല്ല അതുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇപ്പൊ ഈ റിസർച്ചിൽ നമുക്ക് രണ്ട് രീതി കാണാം. അതായത് ഫോർ റീസണിങ്, ലേണിംഗ് ആൻഡ് റീസണിങ് ക്യാൻ ബി മെക്കനൈസ്ഡ് എന്നുള്ള ഒരു കാണാലോ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഈ പറയുന്ന ഇങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AGIയും ASIയും ഉണ്ടായാൽ ആരാണോ ആ ടെക്നോളജി ഹോൾഡ് ചെയ്യുന്നത് അയാൾക്ക് വേൾഡ് ഡൊമിനേഷൻ കിട്ടുമെന്നാണല്ലോ വെപ്പ്. അപ്പോ സിലിക്കൺ വാലിയിലെ കമ്പനികള് ആ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഒരു ജേർണലിസ്റ്റ് പറയുന്നത്. ഏജ് ഓഫ് എംപയർ, AI എംപയർ എന്ന് പറഞ്ഞ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട് അവര്, മനസ്സിലായില്ലേ? അപ്പൊ ഞാനിപ്പോ അതിനെ കാണുന്നത്, ഇതിപ്പോ ലാബിലുണ്ട്, ഇത് പുറത്തേക്കൊന്നും വന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് അതിന്റെ പ്രൊഡക്ട്സ് ഫോറിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ കോപ്പൈലറ്റിനെ ചുറ്റിപ്പറ്റി മറ്റേ ഈ കർസർ ഡോട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, UI സൈറ്റ് അടക്കം ജനറേറ്റ് ചെയ്യുന്നു എന്ന് വേറൊരു സെറ്റപ്പ് ആൾക്കാർ പറയുന്നു. ഓൾറെഡി ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് ഉണ്ട് അതിന്റെ, അതായത് എക്സിസ്റ്റിംഗ് കറന്റ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ഈവൻ റീസണിങ് മോഡൽ ഇല്ലാതെ തന്നെ. അപ്പോ നമ്മളിവിടെ ഇപ്പൊ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, AI won't replace human. Another person with AI can replace a human എന്ന് പറയുന്നത്. അതായത് AI ടൂൾസും ഓർഗാനിക് ഇന്റലിജൻസിലുള്ള ഒരാള് വന്നു കഴിഞ്ഞാൽ ഓർഗാനിക് ഇന്റലിജൻസിലുള്ള ആളെ മിക്കവാറും അടിച്ചിടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഷോർട്ട്. അതും തോറ്റു വെച്ചാല് അധികം വിപ്ലവം ഇല്ലാതെ അത് അങ്ങനത്തെ ടൂൾസ് ഡിപ്ലോയിഡ് ആയി കഴിഞ്ഞാൽ ഷുവറാണ് മറ്റേ പൈപ്പ് ലൈൻസ് ഒപ്റ്റിമൈസ്ഡ് ആവും. ചിലപ്പോൾ ബോട്ടം ലൈനിനെ പോസിറ്റീവായിട്ട് അത് ബാധിക്കുമായിരിക്കും, പക്ഷെ ഹ്യൂമൻ കോസ്റ്റ് ഉണ്ട് അവിടെ. അപ്പൊ നമ്മളിപ്പോ അതിനെക്കുറിച്ച് അല്ല ഞാൻ ചിന്തിക്കുന്നത്. അതായത് ഇപ്പൊ ഈ വേൾഡ് ഇപ്പൊ ഹ്യൂമൻ കോസ്റ്റ് ഉണ്ട്, എക്കണോമിക്സും സോഷ്യോളജിക്കൽ പ്രോബ്ലം നമ്മുടെ ഇതിൽ വരുന്നില്ല. അതായത് എങ്ങനെ ഈ നമ്മുടെ കാർബൺ ഇന്റലിജൻസിന്റെ കൂടെ ഈ ഓഗ്മെന്റഡ് ഇന്റലിജൻസ് ഉപയോഗിച്ച്, അതായത് ഇപ്പൊ ഈവൻ നമുക്ക് റീസണിങ് വേണമെന്നില്ല, അതായത് ChatGPTയുടെ ഫെസിലിറ്റി തന്നെ മതിയല്ലോ. ഏത് ക്ലാസിക്കൽ, അതായത് ഇപ്പൊ GPT-5ന്റെ വേണ്ട, അതിലാണല്ലോ ഈ പറഞ്ഞ മറ്റേ ബെറ്റർ നെറ്റ്വർക്ക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് മറ്റേ റീസണിങ് നെറ്റ്വർക്ക്സ് ഒക്കെ ഉണ്ടാക്കിയേക്കണേ. അപ്പൊ അതെങ്ങനെ I am expecting a new breed of people who can combine traditional reasoning and mechanistic reasoning ചെയ്യുന്ന കുറെ ആൾക്കാർ വേണ്ടി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Even if we are not deploying these systems at scale. കാരണം ഡിപ്ലോയിങ് അറ്റ് സിസ്റ്റം അറ്റ് സ്കെയിലിന് ഫിസിക്കൽ ലിമിറ്റ് ഉണ്ട്. ആക്ടിവിറ്റി വേണമെങ്കിൽ നമുക്ക് റോബോട്ട്സ് വേണം. അപ്പോ അതിന് പവറും മറ്റേതിന്റെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ഈ നെറ്റ്വർക്ക് ഓടിക്കുന്ന റീസണബിൾ ഒന്നും അല്ല. മില്യൺസ് ഓഫ് ഡോളർ പമ്പ് ചെയ്തിട്ടാണ് ഇത് ഓടിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ നെറ്റ്വർക്ക്സ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ വേൾഡിന്റെ AI നീഡിന് വേണ്ടി അത്രയും കമ്പ്യൂട്ടേഷണൽ റിസോഴ്സസ് ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ വരും നമ്മൾ മാക്രോ ലെവലിൽ പോയി കഴിഞ്ഞാൽ. ഇതിപ്പോ കുറച്ചും കൂടി എങ്ങനെയാണ് വ്യക്തികളെ അഫക്ട് ചെയ്യുന്നത്, അതെങ്ങനെ ഇപ്പൊ എപ്പിസ്റ്റമോളജി പഠിക്കണം എന്ന് പറയും. ഇനിയിപ്പോ ഒരു ന്യൂ കൈൻഡ് ഓഫ് എപ്പിസ്റ്റമോളജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനിപ്പോ ഇതൊക്കെ കണ്ടപ്പോ ഇത് ചെയ്യാൻ ചിലപ്പോൾ നമ്മള് ഹ്യൂമൻ റീസണിങ്ങിനെ കുറിച്ച് അപ്പൊ എപ്പിസ്റ്റമോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ റീസണിങ് എന്ന് വേണ്ടി വരും, അല്ലെങ്കിൽ നോളജ്. ഏതൊരു ബേസ് ലൈൻ ആയിട്ട് അത് എപ്പിസ്റ്റമോളജിക്കലി ഇത് ഉപയോഗിക്കാം. അപ്പൊ അതാണ് ഇവിടെ ഇത്. അപ്പൊ നമ്മള് ഒരു സാധനം എന്താ പറയാ, ഈ 60 നിങ്ങൾ പറഞ്ഞില്ലേ എക്സാമ്പിൾ, അതായത് 60 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണ്ട സാധനം ഉണ്ടായാലും കാര്യമില്ല, ഡൗൺ ടൈം ഉണ്ടെങ്കിൽ എഫക്റ്റ് ഇല്ലല്ലോ, ഹ്യൂമൻ അവിടെ വേണ്ടി വരുമല്ലോ എന്നല്ല ഉദ്ദേശിച്ചത്. അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആ ഡൗൺ ടൈം വരുവാണെങ്കിൽ ഹ്യൂമന്റെ ഇന്റലിജൻസും ഇതും തമ്മിൽ വ്യത്യാസം ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ്. അതുണ്ട്. അല്ല അതാ ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ പ്രൈമറിലി നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമേഴ്സിനെ എങ്ങനെ
അത് അഫക്ട് ചെയ്യുന്നു. ഇനിയിപ്പോ വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇൻ ദ ന്യൂ ഏജ് എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതെ അതെ പക്ഷേ സിൻസ് വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി, ഇത് മറ്റേ ഹ്യൂമൻ ഏജൻസിക്ക് കോട്ടം തട്ടിയാൽ, അതായത് ഇപ്പോ ഈ ഹ്യൂമൻസിനെ ഓഗ്മെന്റ് ചെയ്യാനും എറർ കുറയ്ക്കാനുമാണ്. അതർ തിങ്സ് റിമൈനിങ് ദ സെയിം ആണെങ്കിൽ ഇവിടെ കുഴപ്പമില്ല. അപ്പൊ കുറെ ഡെഡ് പാത്ത് ഒഴിവാകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടാവും പോണേ. കാരണം ഇപ്പൊ ഇവർ റിസർച്ച് നടത്തുന്നവർ തന്നെ പലരും അധികാരം പിടിക്കാനും ചിലര് എക്സ്പ്ലോറേഷൻ ആയിട്ട് അങ്ങനെ പല മോട്ടിവേഷൻസ് ഉണ്ട്. ചൈന ഉണ്ടാക്കണ മുമ്പ് നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ചൈന നമ്മളെ ടേക്ക് ഓവർ ചെയ്യുന്നോ? അപ്പൊ നമ്മൾ അത്രയും പോകുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അതായത് യു കനോട്ട് ഇപ്പൊ ഒരു മാൻ ടു മാൻ ഫ്യൂച്ചറിൽ നമ്മൾ കമ്പീറ്റ് ചെയ്യുമ്പോൾ മറ്റാളുടെ കയ്യിൽ ഒരു മെക്കാനിസ്റ്റിക് ഇന്റലിജൻസ് ഏജൻസിന്റെ ഒരു പടയുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. കാരണം ഇപ്പൊ ഒരു സിനിമ കണ്ടിട്ടുണ്ട്, ജീവിതത്തില് ബുദ്ധിമാന്മാര് പൈസക്കാരാവണമെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരായിട്ട് ഒരു പൈസക്കാരൻ ബുദ്ധിമാനായത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ജനറേറ്റീവ് AI ടൂൾസ് കൂടുതൽ ഏജൻസ് ഉള്ളവൻ ബുദ്ധിമാനാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. But that is going to create lot of issues. അതായത് on what basis will compete, what somebody should learn, what is the point in learning fundamentals, ഒക്കെ issues വരില്ലേ? അപ്പൊ അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമുക്കൊന്ന് ഈ സ്ലൈഡ് ഒന്ന് ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇതിനെ. അപ്പോ ഇന്ത്യൻ, ഈജിപ്ഷ്യൻ ആൻഡ് ബാബിലോണിയൻ പ്രോബ്ലം സോൾവിംഗ് ആണ്. അതായത് ഇന്ത്യയില് ലോജിക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലാംഗ്വേജ് ബേസ്ഡ് ലോജിക്കാണ്, തർക്കം എന്നുള്ള രീതിയിലാണ്. ഇനിയിപ്പോ ഈജിപ്തും ബാബിലോണിയയിലാണെങ്കിലും ഒരു ഫോർമൽ ലോജിക്ക് ഒരു അത്ര ഒരു പ്രൊമനന്റ് ആയിരുന്നില്ല. കാരണം ഇവിടെ കുറച്ചും കൂടി ഒരു എന്താ പറയാ തർക്ക വിതർക്ക കുതർക്കങ്ങൾ വഴിയാണ് ന്യായങ്ങൾ ഇത് ചെയ്തത്. അപ്പൊ ഇന്ത്യയിൽ ഒരു ന്യായശാസ്ത്രം പോലും ഉണ്ട്. അപ്പോൾ ലോജിക് ആൻഡ് പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിയോമാറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് ലോജിക് വന്നത് യൂക്ലിഡിന്റെ എലമെന്റ് എന്നുള്ള ബുക്ക് ചെയ്യുന്നതാണ്. എലമെന്റിലെ എന്താ പറയാ പോയിന്റ് എന്താണ്, രണ്ട് പോയിന്റ് തമ്മിലുള്ള ലൈൻ എന്താണ്, അങ്ങനെ 5ാമത്തെ പോസ്റ്റ്ലേറ്റ് ഉണ്ട്, പാരലൽ പോസ്റ്റ്ലേറ്റ്. അത് ക്വസ്റ്റ്യനബിൾ ആയതുകൊണ്ട് അത് തെറ്റാണെങ്കിൽ, കാരണം അത് ആക്സിയോമാറ്റിക് അല്ല എന്നുള്ളതായിരുന്നു, പെട്ടെന്നൊരു 5ാമത്തെ പോസ്റ്റ്ലേറ്റ് കൊണ്ടുവന്ന് ഇൻഡ്യൂസ് ചെയ്ത മാതിരിയായി. കാരണം കണ്ടിന്യൂറ്റി ഇല്ലായിരുന്നു. അപ്പോ നോൺ യൂക്ലിഡിയൻ ജോമെട്രി ഉണ്ടായി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോജിക്കില്, അതായത് സ്വയം സിദ്ധാന്തത്തിൽ നിന്ന് ലോജിക് ഉണ്ടാക്കുന്നത് വെസ്റ്റേൺ സിവിലൈസേഷനിൽ യൂക്ലിഡിന്റെ എലമെന്റ് ഒരു ഡിഡക്റ്റീവ് ലോജിക് മെത്തേഡ് ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ സില്ലോജിസ്, അരിസ്റ്റോട്ടിലാണ് സില്ലോജിസത്തിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്. അതായത് A implies B, B implies C ആണെങ്കിൽ A implies C എന്ന് പറയുന്നത്, അതാണ് സില്ലോജിസം. അപ്പോ ലാംഗ്വേജ് ബേസ്ഡ് ലോജിക് ഉണ്ട്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഫോർമൽ ലോജിക്കിന്റെ തുടക്കം കുറച്ചുകൂടി യൂക്ലിഡിന്റെ എലമെന്റും മറ്റേ അരിസ്റ്റോട്ടിലിയൻ സില്ലോജിസം ആണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 9th സെഞ്ചുറി ഒക്കെ ആയി കഴിഞ്ഞപ്പോ എന്താ പറയാ, ഇപ്പോ ചർച്ച് സ്കോളാസ്റ്റിക്കിലെ ഇത് ചെയ്യും. മറ്റേ എന്താ പറയാ, ഈ ബ്രഹ്മഗുപ്ത, അതായത് ഈ നമ്പർ സിസ്റ്റവും സീറോയും ആൾജിബ്രയൊക്കെ കണ്ടുപിടിക്കപ്പെട്ടു. അത് ഖവാരിസ്മി എന്ന് പറഞ്ഞ പുള്ളി മറ്റേ പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അവിടെ നിന്ന് ലെനാർഡോ ഓഫ് പിസ, ഫിബൊനാച്ചി, മറ്റേ എന്താ പറയാ, അത് യൂറോപ്പിലെത്തിക്കുകയും പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ലെബനിറ്റ്സ് ആണ് ലോജിക്കില് അടുത്ത കുറച്ച് റീസണിങ്ങിലൊക്കെ കുറെ, അതായത് ഇപ്പൊ റിഡക്ഷോ ആഡ് അബ്സർഡം, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ഒക്കെ കൊണ്ടുവന്നത് ലെബനിറ്റ്സ് ആണ്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം ജോർജ് ബൂളിയൻ ആൾജിബ്ര ഉണ്ടാക്കി. അപ്പോൾ ഇതിന് ഒരു നവ്യ ന്യായ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ഫിലോസഫി ഉണ്ട്. അതായത് ന്യായ ഫിലോസഫിയും വൈശേഷിക ഫിലോസഫിയും തമ്മിൽ മെർജ് ചെയ്തിട്ടുള്ള സാധനമായിരുന്നു. അപ്പൊ ജോർജ് എവറസ്റ്റ്, പേഴ്സൺ ഹു ക്ലൈംഡ് മൗണ്ട് എവറസ്റ്റ്, ഈ ഇന്ത്യയിൽ നിന്ന് ലിറ്ററേച്ചർ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പൊ ബൂളിയൻ ആൾജിബ്രയിലെ നവ്യന്യായിക്ക് ഒരു പങ്കുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പൊ ജോർജ് ബൂളാണ് 1854 ബൂളിയൻ ലോജിക്. അപ്പൊ ബൂളിയൻ ലോജിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റേ എന്താ പറയാ, ഈ ക്ലോഡ് ഷാനൺ സർക്യൂട്ട്സ് ഉണ്ടാക്കാന്നൊക്കെ ഹൈപ്പോത്തസൈസ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ബൈനറി ലോജിക് ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നെ ഈ സെഞ്ചുറിയുടെ തുടക്കത്തിൽ മറ്റേ മാത്തമാറ്റിക്സ് ലോജിക്കിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സെറ്റ് പ്രൊപ്പോസിഷണൽ ലോജിക്കും സെറ്റ് തിയറിയും പ്രെഡിക്കേറ്റ് ലോജിക്കും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഹിൽബർട്ട്സ് പ്രോഗ്രാമാണ് പ്രെഡിക്കേറ്റ് ലോജിക് ആൻഡ് പ്രൂഫ് തിയറി. അപ്പൊ
ലോജിക് ആൻഡ് റീസണിങ്ങിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന കാലഘട്ടങ്ങളിൽ ഭാഷാ നൈപുണ്യം, ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഭാഷാ തലത്തിലുള്ള ന്യായവും പിന്നെ എന്താ പറയുക തർക്കങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്വയം സിദ്ധാന്തം അല്ലെങ്കിൽ ആക്സിയോമാറ്റിക് അപ്രോച്ച് യൂക്ലിഡിന്റെ എലമെന്റും പിന്നെ അരിസ്റ്റോട്ടലിന്റെ സിലോജിസ്റ്റിക് ലോജിക്കാണ് വേൾഡിന് തന്നിട്ടുള്ളത്. പിന്നെ മറ്റേ എന്താ പറയുക ആൾജിബ്ര അങ്ങനത്തെ ഈ ഇന്ത്യൻ ആൻഡ് പേർഷ്യൻ കോൺട്രിബ്യൂഷൻ ടു വെസ്റ്റേൺ മാത്തമാറ്റിക്സ്, പിന്നെ ബൂളിയൻ ആൾജിബ്ര. അപ്പൊ ഇങ്ങനെയാണ് ഈ ടോപ്പിക്സ് ഒക്കെയാണ് എന്താ പറയുക 5000 കൊല്ലത്തെ റീസണിങ് ആണ് ലോജിക് ആൻഡ് റീസണിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇത് കാർബൺ ബേസ്ഡ് ലോജിക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. ഓഫ് കോഴ്സ് ഈ ബൂളിയൻ ആൾജിബ്രയാണ് സിലിക്കൺ ലോജിക്കിന് ആധാരമായത്. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സ് മറ്റേ ഗേറ്റ്സ് ആക്കി മാറുകയും ഗേറ്റ് ലെവൽ ലോജിക്ക് ബൂളിയൻ ആൾജിബ്ര ആയിട്ട് മോഡൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചിന്തയുടെ ഒരു എവല്യൂഷൻ. ഓക്കെ, പ്രോഗ്രാമിംഗ് ഇത് തന്നെ. അതായത് 1940s ആണ് പ്രോഗ്രാമിങ്ങിന്റെ ആവിർഭാവം വരുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചത് ഈ ലോജിക് ആൻഡ് റീസണിങ്ങിനെ കുറിച്ചാണ്. വോൺ ന്യൂമാൻ ആർക്കിടെക്ചറും പിന്നെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിനും ഡാറ്റയ്ക്കും സെയിം മെമ്മറി മതി എന്നുള്ളതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ ഉദ്ദേശം. ട്യൂറിംഗ് മെഷീൻ ആണ് അതിന്റെ ആധാരം. ഓക്കെ, അതിനെ പ്രോഗ്രാമിംഗ് 1 എന്ന് പറയും. അപ്പൊ ഇന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന മിക്ക ലാംഗ്വേജസ് ഒരു വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ മുകളിൽ എന്താ പറയുക ട്യൂറിംഗ് മെഷീൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ 1950s തന്നെ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളൊരു മറ്റേ എന്താ പറയുക ടേം കോയിൻ ചെയ്യുകയും സിംബോളിക് ലോജിക്ക് സെർച്ച് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക AI ചെയ്യാന്നുള്ളതാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് എക്സ്പെർട്ട് സിസ്റ്റം. ഗുഡ് ഓൾഡ് ഫാഷൻ AI എന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ എന്താ പറയുക പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന സാധനമുണ്ട്, ഫസി ലോജിക് ഉണ്ട്, പിന്നെ എന്താ പറയുക എക്സ്പേർട്സിന്റെ നോളജ് ഡിസ്റ്റിൽ ചെയ്തിട്ട് നമുക്ക് ക്വയർ ചെയ്യാവുന്ന ടെക്നിക്സ് ഉണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്ത സിംബോളിക് ലോജിക്കാണ്. പക്ഷെ അതിനെ പറ്റിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സ്പേസ് എക്സ്പ്ലോഷൻ ആണ്, കോമ്പിനേറ്റോറിയൽ എക്സ്പ്ലോഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും മോഡൽ ചെയ്യാൻ വേണ്ടി മെമ്മറിയോ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഡു ഇറ്റ്സ്. പക്ഷെ എങ്കിലും ഈ കുറെ ചെറിയ ചെറിയ സക്സസ്സുകളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. 1980s ബാക്ക് പ്രൊപ്പഗേഷൻ കണ്ടുപിടിക്കുകയും ന്യൂറൽ നെറ്റ്വർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GPUയുടെ ആവിർഭാവത്തോടെ എന്താ പറയാ കണക്ഷനിസ്റ്റിക് അപ്രോച്ച് ടുവേർഡ്സ് ഇന്റലിജൻസ് മുന്നോട്ട് വയ്ക്കപ്പെട്ടു. അപ്പൊ ഈ 2017 എന്താ പറയാ ഒരു പേപ്പർ ഇറങ്ങുന്നത്, മറ്റേ അറ്റൻഷൻ ഈസ് ആൾ യു നീഡ്. അതാണ് ട്രാൻസ്ഫോമർ നെറ്റ്വർക്കും LLMന്റെ തുടക്കം കുറിച്ച്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ എന്താ പറയാ ഈ ANN CNN പിന്നെ LSTM എന്നൊക്കെ പറഞ്ഞ് മറ്റേ എന്താ പറയാ ന്യൂറൽ നെറ്റ്വർക്ക്സ് പോപ്പുലർ ആയിരുന്നു. അതിനെ പ്രോഗ്രാമിംഗ് 2 എന്നാണ് ആൻഡ്രോ കാർപ്പാതി ഉപയോഗിക്കുന്നത്. ലാർജ് ലാംഗ്വേജ് മോഡൽസും റീസണിങ് മോഡൽസും വെച്ച് പ്രോഗ്രാം ചെയ്യുന്നതിനെ പ്രോഗ്രാമിംഗ് 3. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ബേസിക്കലി സ്ലൈഡിന്റെ രത്ന ചുരുക്കം വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ബേസ്ഡ്, അതായത് നമ്മളിപ്പോൾ സ്റ്റേറ്റ് സ്പേസ് മ്യൂട്ടേറ്റ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഷൻ പ്രോഗ്രാമിംഗ് 1 എന്നും ന്യൂറൽ നെറ്റ്വർക്കിന്റെ വെയിറ്റ് ലേണിംഗ് ഒരു എന്താ പറയുക റെപ്രസെന്റേഷൻ ഓഫ് വാട്ട് സംതിങ് ഹാസ് ലേൺഡ്, അത് എങ്ങനെ ലേൺ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് സപ്പോസ് ടു ഡു ഇൻഫറൻസ് ഫോർ us if you have trained it by minimizing the error. അതിനെ പ്രോഗ്രാമിംഗ് 2 എന്നും. ലാർജ് ലാംഗ്വേജ് മോഡൽസ് ന്യൂറൽ നെറ്റ്വർക്കിന്റെ എക്സ്റ്റൻഷൻ ആണെങ്കിലും ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ആണ് അവർ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് പ്രോഗ്രാമിംഗ് 1, 2 and 3. പ്രോഗ്രാമിംഗ് 1 എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് കോഡിംഗ് ത്രൂ ട്യൂറിംഗ് മെഷീൻസ് ആൻഡ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. പ്രോഗ്രാമിംഗ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, അത് ഡീപ്പ് ലേണിംഗിന്റെ തുടക്കകാലത്ത്. പ്രോഗ്രാമിംഗ് 3 എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസും റീസണിംഗ് മോഡൽസും ആണ് അത് പവർ ചെയ്യണമെങ്കിലും ഇംഗ്ലീഷാണ് അവിടെ നമ്മൾ, അതായത് യു ആർ ഇന്ററാക്ടിങ് വിത്ത് എ ഏജന്റ് ഇൻ ഓർഡർ ടു റൈറ്റ് പ്രോഗ്രാംസ് ഓർ ജനറേറ്റ് ആക്ഷൻസ്. ഇതാണ് പ്രോഗ്രാമിംഗ് 1, 2 and 3. ഇതാണ് ആൻഡ്രേ കാർപ്പാത്തി പുള്ളിയുടെ ഒരു ലേറ്റസ്റ്റ് ടോക്കിൽ പറയുന്നത്. അപ്പോൾ
പ്രോഗ്രാമിംഗ് 3 ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ട അടിയിൽ എന്താ നടക്കണമെന്ന്. എന്തെങ്കിലും ഉണ്ടോ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ? ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ ലേറ്റസ്റ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത് ആ അതാണ്. LLM അതിന്റെ മുകളിൽ കുറച്ച് ഫൈൻ ട്യൂണിങ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹ്യൂമൻ ഫീഡ്ബാക്ക് വഴി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ലെയർ, പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ത്രൂ ഓട്ടോമാറ്റിക് ഫീഡ്ബാക്കും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മുകളിൽ ഒരു റിവാർഡ് ബേസ്ഡ് മറ്റേ അതല്ല പ്രസി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഫ്രെയിംവർക്ക് വെച്ചിട്ടാണ് അവർ റീസണിങ് കൊടുക്കുന്നത്. അത് ഭയങ്കര കമ്പ്യൂട്ടേഷണലി എക്സ്പെൻസീവ് ആണ്. അത് ഇൻഫറൻസ് ടൈം അല്ലെങ്കിൽ ടെസ്റ്റ് ടൈം കമ്പ്യൂട്ടേഷൻ നടത്തണം. അതാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ്. അപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് പലതും ഇപ്പൊ ചെയ്ത് പ്രോംപ്റ്റ് എഞ്ചിനീയർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽസും റീസണിങ് LRM കൂടി ഉള്ളതുകൊണ്ട്. LRM ഭയങ്കര കമ്പ്യൂട്ടേഷണലി പ്രൊഹിബിറ്റീവ് ആണ്. വെറും LLM വിത്ത് സർട്ടൺ ട്വീക്ക് വെച്ചിട്ട് വേണമെങ്കിൽ GPT-4 ആണെന്ന് പറയാം. ഈ എഐയും മെഷീൻ ലേണിംഗും വ്യത്യാസമാണെന്ന് പറയാം, അങ്ങനെ ഒരു ഇതില്ലേ? അങ്ങനെയല്ല. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഓർഡിനറി ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചോ, ഇനി ഓഡിയോ പ്രോസസ്സിങ്ങിന് അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സിങ്ങിനൊക്കെ CNN എന്ന് പറഞ്ഞ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇനി അതേമാതിരി തന്നെ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് തന്നെ ഡിപ്ലോയ് ചെയ്യുക, ഫൈൻ ട്യൂൺ ചെയ്യുക, അതൊക്കെ ML-ന്റെ ടോപ്പിക്കാണ്, മെഷീൻ ലേണിംഗിന്റെ ടോപ്പിക്. അതൊക്കെ മെഷീൻ ലേണിംഗ് ആണ്. മനസ്സിലെ AI എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. ഡൗൺ സ്ട്രീമിൽ എങ്ങനെ അത് ഉപയോഗിക്കുന്നു, അതായത് സ്മാർട്ടർ ഇമേജ് റെക്കഗ്നിഷൻ, ഓഡിയോ വോയിസ് ഇത് ചെയ്യാൻ പറ്റും, പിന്നെ ടെക്സ്റ്റും ഇമേജും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ വിച്ച് ഇപ്പൊ ഒരു ChatGPT ഒക്കെ ഒരു കൺവെർസേഷൻ നടത്തുകയാണെങ്കിൽ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന കാര്യമല്ലേ, ചിലപ്പോൾ ബെറ്റർ റിസൾട്ടും കിട്ടും. അതാണ് അവിടുത്തെ ഇത്. അതായത് ആൻഡ്രൂ കാർപാത്തിയുടെ ആ ടോക്കില് ഞാൻ ശ്രദ്ധിച്ച പ്രോഗ്രാമിംഗ് 1, 2, 3 എന്നാണ്. അതായത് അപ്പൊ നമ്മളിപ്പോ സിയും C++ഉം ജാവയൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പ്രോഗ്രാമിംഗ് 1 റോബസ്റ്റ് പ്രോഗ്രാമിംഗ് 1 ലെയർ ഉണ്ടെങ്കിലേ പ്രോഗ്രാമിംഗ് 3 ലെയർ വർക്ക് ചെയ്യുള്ളൂ അറ്റ്ലീസ്റ്റ്. പ്രോഗ്രാമിംഗ് 2 വേണമെന്നില്ല, കാരണം അതൊരു മെഷീൻ സിമുലേറ്റർ ആണ്. പക്ഷേ ലോക്കൽ ആപ്ലിക്കേഷനേ ഉള്ളൂ, മൾട്ടിപ്പിൾ എക്സ്പെർട്സ് ഒന്നും ഉണ്ടാവില്ല. ഇതാണ്. അപ്പോൾ 70 years ഓഫ് സിലിക്കൺ ഇന്റലിജൻസ്. റൂൾ ബേസ്ഡ് AI ആൻഡ് ലോജിക് പ്രോഗ്രാമിംഗ് ആണ് ആദ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു സിംബോളിക് കമ്പ്യൂട്ടേഷൻ. പിന്നെ നോളജ് ബേസസ് ലാർജ്. ഇപ്പൊ സിക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഓപ്പൺ സിക്ക് എന്നുള്ള പ്രോജക്റ്റ് കേട്ടിട്ടുണ്ടോ? ഡഗ് ലെനാറ്റിന്റെ ഒക്കെ പ്രോജക്റ്റ്. അതായത് 12,000 ഓണ്ടോളജിയോ CYC ഓപ്പൺ സിക്ക് എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. സിക്ക് ഓപ്പൺ സിക്ക് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് ഉദ്ദേശിച്ചത് ഒരു ട്രഡീഷണൽ എക്സ്പെർട്ട് സിസ്റ്റം ആണല്ലോ. ഇപ്പൊ ഇവര് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒക്കെ വന്നപ്പോൾ ഇവരെന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് ഇത് ചെയ്യണേ. പിന്നെ എക്സ്പെർട്ട് സിസ്റ്റം അത്ര ഇത് ചെയ്തില്ല. അപ്പൊ AI വിൻഡോസ് വന്നു. പിന്നെ ഒരു 2000 ഒക്കെ ആയി കഴിഞ്ഞാൽ 2005 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ സപ്പോർട്ട് വെക്ടർ മെഷീൻ ഡിസിഷൻ ട്രീ എൻസെമ്പിൾ അത് വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് വന്നു. പിന്നെ GPU ആക്സലറേഷൻ വഴി ബിഗ് ഡാറ്റ അവൈലബിലിറ്റി ഒക്കെ വന്നപ്പോൾ മറ്റേ പ്രോഗ്രാമിംഗ് 2.0 അത് വന്നു. അതിന്റെ നെക്സ്റ്റ് വെർഷൻ LLM വന്നപ്പോൾ ഇത് വന്നു. ഇതാണ് ഈ എല്ലാം എന്നൊക്കെ മുമ്പ് ഇത്രയും കാര്യങ്ങൾ നടന്നു. അതായത് റൂൾ ബേസ്ഡ് AI വെച്ചിട്ട് ലോജിക് പ്രോഗ്രാമിംഗ്, അതായത് പ്രൊലോഗുമാരിയുള്ള ലാംഗ്വേജ് വെച്ചിട്ട് മറ്റേ ഡിഡക്റ്റീവ് സെർച്ച് നടത്തി കമ്പ്യൂട്ടേഷൻ വരെ ചെയ്യാന്ന് കണ്ടുപിടിച്ചു. പിന്നെ നോളജ് ബേസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇൻഫർ ചെയ്യാം, എക്സ്പെർട്ട് സിസ്റ്റം ഒക്കെ. പക്ഷെ അതിനൊക്കെ സ്റ്റേറ്റ് ഇത് എന്താ പറയുക, കോമ്പിനേറ്റോറിയൽ എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കമ്പ്യൂട്ടേഷൻ ടൈം എടുക്കാൻ തുടങ്ങി. അപ്പോൾ അതവിടെ തട്ടി നിൽക്കുകയായിരുന്നു. പിന്നെ വീണ്ടും സപ്പോർട്ട് വെക്ടർ മെഷീൻ ഫോർമലിസം കൊണ്ടുവന്നു. അപ്പൊ കുറച്ച് ഡാറ്റ പോയിന്റ്സിലും നല്ല ജനറലൈസേഷൻ കപ്പാസിറ്റി SVM ഉണ്ട്.
ഈ ഡീപ് ലേണിംഗ് വന്നേക്ക് മുമ്പ് SVM ആയിരുന്നു ബിഗസ്റ്റ് ഇത് തന്നെ. ഡിസിഷൻ ട്രീസ് വെച്ചിട്ട് കുറെ സിസ്റ്റംസ്, റാൻഡം ഫോറസ്റ്റ്, അങ്ങനത്തെ എന്താ പറയാ ബാഗിങ്, സ്റ്റാക്കിങ്, അങ്ങനെ കുറെ ടെക്നിക്സ് വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് യോഗം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്കൈകിറ്റ് ലേൺ എന്നുള്ള പാക്കേജോ വെക്കയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് കാണിക്കാം. പിന്നെ ഈ GPU ആക്സലറേഷൻ, ബിഗ് ഡാറ്റ അവൈലബിലിറ്റി വന്നപ്പോൾ ഡീപ് ലേണിംഗ്, ഒരു പ്രോഗ്രാമിംഗ് 2.0 ഉണ്ടായി. 2017 എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആദ്യം അവിടെ വരെ എത്തിയിരുന്നു. റൂൾ ബേസ്ഡ് പ്രോഗ്രാമിംഗ്, എക്സ്പേർട്ട് സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എത്തു, രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് കയറി വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡീപ് ലേണിംഗ് റെവല്യൂഷൻ തുടങ്ങി, പ്രോഗ്രാമിംഗ് 2.0 ഉണ്ടായി. അപ്പൊ ഈ മറ്റേ എന്താ പറയാ GPT-1 അവര് പബ്ലിക്കലി റിലീസ് ചെയ്തു, ഓപ്പൺ AI. പക്ഷെ GPT-2 അവർ റിലീസ് ചെയ്തില്ല. കാരണം കുറെ they don't want to take എന്താണ് ടേക്ക് ദിസ് ടെക്നോളജി ടു ഈവിൾ പീപ്പിളോ അങ്ങനെ പറഞ്ഞിട്ട് അത് അവർ ഹൈഡ് ചെയ്ത് വെച്ചു. പിന്നെയാണ് GPT-3 ബേസ് ചെയ്തുകൊണ്ട് അവര് മറ്റേ ChatGPT ഒക്കെ ഇറങ്ങിയ. അപ്പോ എന്താ പറയാ ഈ ഫൈൻ ട്യൂൺ വിഷനും സ്പീച്ചിനും കോഡിനും ഒക്കെ മറ്റേ എന്താ പറയാ കോഡ് എന്ന് പറഞ്ഞാൽ കോപ്പൈലറ്റ് അങ്ങനത്തെ സാധനങ്ങൾക്ക് ഈ എന്താ പറയാ ഫൈൻ ട്യൂൺഡ് മോഡൽസ് വന്നു. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് വഴി പൈടോർച്ച് എന്ന് പറഞ്ഞൊരു ടെൻസർഫ്ലോ മാതിരി ഒരു ടൂൾ കിറ്റ് ആണ്. അപ്പൊ മിക്ക ആൾക്കാരും മറ്റേ ഇൻഫറൻസിന് കസ്റ്റം മോഡൽസ് ഇൻഫറൻസിന് ഉപയോഗിക്കുന്നത് പൈടോർച്ച് ആണ്. പിന്നെ ഹഗിങ് ഫേസ് എന്നുള്ളൊരു കമ്പനി ഉണ്ട്, അവര് കുറെ മോഡൽസ് പബ്ലിഷ് ചെയ്തു. പിന്നെ മൾട്ടിപ്പിൾ, അതായത് ഇപ്പൊ എന്താ വെച്ചാൽ ടെക്സ്റ്റ് ഇമേജസ് തമ്മിൽ കോറിലേറ്റ് ചെയ്യാനും പല സ്പെസിഫിക് മോഡൽസ് ഉണ്ട്. ഇതെല്ലാം ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്. അതാണ് GPT-1 ഇത് ജനറൽ പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ എന്നുണ്ട്. ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ബ്രേക്ക് ത്രൂസ് എല്ലാം ഉണ്ടായത്. അതായത് ഇവിടം വരെ വന്നപ്പോഴേക്കും പ്രോഗ്രാമിംഗ് 2 ആയി, ഇവിടെ പ്രോഗ്രാമിംഗ് 3 വന്നു. അപ്പോൾ നൗ യു ക്യാൻ ആക്ച്വലി LRMസും കൂടി വന്നു കഴിഞ്ഞപ്പോൾ യു ക്യാൻ interact with this kind of large language model plus LRM very easily. അപ്പോൾ ഇപ്പൊ GenAI മോഡലിനെ നമുക്ക് എങ്ങനെ കാണാമെന്ന് പറയാം. അതായത് ഈ ഒരു മനുഷ്യന് ഒരു ഏറി വന്ന ഒരു 5 സബ്ജക്റ്റില് അഡ്വാൻസ് നോളജ് കാണാൻ പറ്റും. സ്ഥാനത്ത് ഈ GenAI ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ GPT-4 GPT-5 അല്ലെങ്കിൽ Claude 4 അല്ലെങ്കിൽ എല്ലാമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 600 വിഷയങ്ങളിൽ PhD ഉള്ള ഒരാളുമായിരിക്കാം. പക്ഷെ പുള്ളിക്ക് വിഭ്രാന്തിയൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളി എപ്പോഴും കറക്റ്റ് ആയിട്ടൊന്നും ഹലൂസിനേറ്റ് ചെയ്യും, ഫോർഗറ്റ് ചെയ്യും, അങ്ങനത്തെ കുറച്ച് റിലയബിൾ അല്ല എന്നുള്ളത്. അപ്പൊ ആ പുള്ളീനെ കൺസ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുമെന്നാണ് ഇത് തന്നെ. അപ്പൊ പ്രോബബിലിസ്റ്റിക് റീസണിങ് ഓവർ മാസീവ് ടെസ്റ്റ് കോർപ്പസ്. അപ്പൊ ലാർജ് കോർപ്പസ് ഓഫ് എന്താ പറയാ മോഡൽസിനെ അല്ല ടെക്സ്റ്റിനെ ഈ എൻകോഡർ ഡീകോഡർ നെറ്റ്വർക്കിന് ഫീഡ് ചെയ്ത് ഒരു എന്താ പറയാ ഇന്റർനെറ്റിനെ ഓർത്തു വയ്ക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ബേസിക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ മോഡൽ ഉണ്ടാക്കും. പിന്നെ എമർജന്റ് ഡൊമൈൻ ബിഹേവിയേഴ്സ് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ് കോഡിംഗ് എന്ന് പറയുമെങ്കിലും അവിടെ ഈ കോഡ് ചെയ്യണില്ലെങ്കിലും ഈ ഒരു ഡൊമൈൻ എക്സ്പേർട്ട് ലെവലിലോട്ട് കാര്യങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടാസ്ക് സ്പെസിഫിക് ട്രെയിനിങ്, ഒരു ഫൈൻ ട്യൂണിങ് ചെയ്യണം, സൂപ്പർവൈസ് ഫൈൻ ട്യൂണിങ് ചെയ്യാൻ വേണം. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ത്രൂ ഹ്യൂമൻ ഫീഡ്ബാക്ക് വഴി ഔട്ട്പുട്ടിനെ കാലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ ഒരു ഫുള്ളി എക്സ്പ്ലിസിറ്റ്ലി കോഡ് ചെയ്യണമെന്ന് പറയില്ല, പക്ഷെ കുറെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ ഹലൂസിനേഷൻസ് ഉണ്ടാവാം. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മോഡലിന്റെ ഉള്ളിൽ തന്നെ മിക്സ്ചർ ഓഫ് എക്സ്പേർട്സ് എന്ന് പറയും. അതായത് ഇപ്പോ ഇന്നലെ ഞാൻ ശരത്തും കൂടി നോക്കി കഴിഞ്ഞപ്പോ ഏത് മോഡലായ സ്ഥലത്തെ എല്ലാമയോ സാറേ എന്തായിരുന്നു നമ്മളൊരു മോഡലിന്റെ ഓലാമ അങ്ങനെ ലോക്കലി ഓടിക്കാനാണോ? അല്ല, നമ്മൾ ഇന്നലെ 8x7 ബില്യൺ പാരാമീറ്ററുള്ള ഒരു മോഡൽ കണ്ടില്ലേ? മിസ്ട്രൽ. മിസ്ട്രൽ എന്ന് പറഞ്ഞ മോഡൽ, അത് ഒലാമയുടെ മോഡൽ ഉണ്ടാക്കിയതാണല്ലേ? അല്ല, ലാമയുടെ മേളിലാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മിസ്ട്രൽ ഉണ്ട്, മിക്സ്ട്രൽ ഉണ്ട്. മിക്സ്ട്രൽ ആണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 8. 8 ഏജൻസ് ഉള്ള മാതിരി, അതായത് മിക്സർ ഓഫ് എക്സ്പെർട്ട് ഏജൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇത് തന്നെ. പിന്നെ അപ്പൊ GenAI നമ്മളൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട സാധനമാണ്. അതായത് ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ഈ സ്ലൈഡിൽ ഇപ്പോ എന്താ പറയാ ഈ റിവാർഡ് ബേസ്ഡ് മറ്റേ എന്താ പറയാ
റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിനെ കുറിച്ച് പറയുന്നില്ല. അല്ലാതെ തന്നെ ഇറ്റ് ആക്ച്വലി ഹാസ് ഗോട്ട് എന്താ പറയുക സഫിഷ്യന്റ് പവർ. അപ്പോൾ മിക്സർ ഓഫ് എക്സ്പേർട്സും കൂടി വന്നു കഴിഞ്ഞാൽ ഹി വിൽ ബി ഏബിൾ ടു give much more targeted information depending upon the sub network chosen or the circuit chosen. അതായത് ഇത്രേ ഉള്ളൂ. ജെൻ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മോഡലാണെങ്കിലും 10-600 വിഷയങ്ങളിലോ അല്ലെങ്കിൽ 6000 വിഷയങ്ങളിൽ കഴിവുള്ള ഒരുത്തൻ ശ്രീധൻ. ഇതിലെന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഇല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ 8 ഏജന്റ് എന്ന് പറയുമ്പോ 8 ഇൻഡിപെൻഡന്റ് അങ്ങനെയല്ല. ഏജന്റ് ആണോ? അതെ ഇൻഡിപെൻഡന്റ് ആവാനാണ് വഴി. അല്ലാണ്ട് സർക്യൂട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുന്ന തോന്നല്ലേ. അതായത് ഇപ്പൊ പൈത്തൺ കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെസിഫിക് ഏജന്റ്സ് ഉണ്ടാവാം ഒരു ഏജന്റ് ഉള്ളിൽ. നമുക്ക് വേണമെങ്കിൽ ഒരു അങ്ങനത്തെ ഇപ്പൊ എന്താ പറയാ ഒരു ബേസ് ഒരു ഫൗണ്ടേഷൻ മോഡലിന്റെ മുകളിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ട് ഏജന്റ്സിനെ ട്രെയിൻ ചെയ്തിട്ട് ഒറ്റ നെറ്റ്വർക്ക് ആയിട്ട് അവിടെ കൊടുക്കാമല്ലോ. അപ്പൊ മറ്റേ പ്രശ്നം വരില്ലേ, അതായത് റിസൾട്ടിനെ മെർജ് ചെയ്യണ സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിപ്പോ എനിക്ക് അവിടെ രണ്ടു ഇതുണ്ട്. റിസൾട്ട് മെർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ ഇവിടെയാണ് ഇതിന്റെയൊക്കെ ഒരു എന്താ പറയാ ഈ ഹ്യൂമൻ ഫീഡ്ബാക്കും ഈ റീസണിങ് മോഡലായിട്ടൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഒരു സർക്യൂട്ടിനും അങ്ങനെ തന്നെ പലർക്കും വിധിച്ചു കൊടുക്കുമായിരിക്കും. എനിക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പോഴും ഇല്ല. മനസ്സിലായ? അതായത് റിസൾട്ട് ആണ് മെർജ് ചെയ്യണേ അതെയോ സബ് നെറ്റ്വർക്ക് ആണോ ചൂസ് ചെയ്യണേന്ന് സെർച്ച് ചെയ്യാനേ. സെലക്ഷൻ എങ്ങനെയാണെന്നുള്ളതായിരിക്കും. അത് ഇത് ചെയ്യണം. പക്ഷെ ഇത്രയേ ഉള്ളൂ. അതായത് ഈ റീസണിങ് മോഡൽസും മിക്സർ ഓഫ് എക്സ്പെർട്ട് ഏജൻസും ഉണ്ട് ഇപ്പൊ. അപ്പോ പിന്നെ എന്താ പറയാ ഈ ഒരു നെറ്റ്വർക്ക്, അതായത് ഇപ്പോ ഒരു LLM നെറ്റ്വർക്ക് മറ്റേ എന്താ പറയാ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ജസ്റ്റ് ഈ ഇപ്പോ സൂപ്പർവൈസ് ഫൈൻ ട്യൂണിങ് ചെയ്താലും RLHF ചെയ്താലും ഈ RLAF ചെയ്താലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എന്താ പറയാ ഈ നെറ്റ്വർക്കിൻ ഈ ഒരു എന്താ പറയാ ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഒരു കുറേ സെറ്റ് ഓഫ് ആൾക്കാർ നൈജീരിയയിൽ ഇരുന്നും ഡെവലപ്പേഴ്സും ഒക്കെ കൂടി ഇരുന്നിട്ട് എക്സ്റ്റെൻസീവായിട്ട് ഹാൻഡ് ക്രാഫ്റ്റും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിസ്റ്റം പ്രോംപ്റ്റ് യൂസർ പ്രോംപ്റ്റ് എന്താണ്? യൂസർ പ്രോംപ്റ്റ് ആണ് നമ്മൾ അടിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ റാഗ് ഒക്കെ കൊടുത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ ചെയിൻ ഓഫ് തോട്ട് അങ്ങനെ പല ഇതായിട്ട് മുറിച്ച് ഈ എന്താ പറയാ നമ്മുടെ ഇന്റന്റിനനുസരിച്ചിട്ടുള്ള മറ്റേ എന്താ പറയാ ഈ സിസ്റ്റം പ്രോംപ്റ്റ്സ് ജനറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവര് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്കിന്റെ ഇൻഫറൻസിങ് പാത്ത് അപ്പോൾ അതിന്റെ ഡംപ് അതൊക്കെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാല് ഈ സിസ്റ്റം പ്രോംപ്റ്റ്സ് കറക്റ്റായിട്ട് അത് ഓട്ടോമാറ്റിക്കലി എന്താ പറയാ ഈ സർവീസ് കൊടുക്കുന്നവർ കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്യും. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഇതില്ല. പിന്നെ കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഇപ്പൊ കോണ്ടെക്സ്റ്റ് വിൻഡോ ഇപ്പൊ 128K എന്തുകൊണ്ടൊക്കെയാണ് ഇപ്പോ ChatGPT 4 എന്താ ഉള്ളത് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കൂടുമ്പോൾ കമ്പ്യൂട്ടേഷൻ എക്സ്പെൻസീവ് ആവും. പക്ഷെ ഈ എന്താ പറയാ അതൊരു ഗാർഡ് റെയിലായിട്ട് അഫക്ട് ചെയ്യും. അതായത് കോണ്ടെക്സ്റ്റ് വിൻഡോ നമ്മൾ വൺ ആഫ്റ്റർ ദി അതർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് കോണ്ടെക്സ്റ്റും കൂടി മറ്റേ എന്താ പറയാ ഈ സെർച്ച് ക്രൈറ്റീരിയയിൽ എത്ര പുറകോട്ട് വരെ ഉണ്ടാക്കണം എന്നുള്ള കീപ്പിംഗ് ചെയ്യണം എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ ചുറ്റിപ്പറ്റി ഒരു യു ഹാവ് ടു സ്റ്റഡി specific architecture of each network in order to get the best prompt. അപ്പൊ അതൊരു തരം നമുക്ക് വേണമെങ്കിൽ പേജ് റാങ്കിനെ SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വെച്ച് ചെയ്യുന്ന മാതിരി തന്നെ എന്താ പറയാ ഇംഗ്ലീഷിൽ നമുക്ക് പ്രോംപ്റ്റ് സെറ്റ് ചെയ്തിട്ട് സിസ്റ്റത്തിന്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാം. ആൻഡ് വിത്ത് ദി അഡ്വെന്റ് ഓഫ് റീസണിങ് നെറ്റ്വർക്ക് ഈ അതിന്റെ വേൾഡിലെ ഒരു ലീഡിങ് ഒരു 10 ലാബിലാണ് ഇതിന്റെ എല്ലാ റിസർച്ച് നടത്തുന്നത്. അപ്പൊ നമുക്ക് അവർ റിലീസ് ചെയ്യുന്ന പേപ്പറും
കുറെ പോഡ്കാസ്റ്റാണ് നമ്മുടെ ആകെയുള്ള എന്താ പറയാ ഇതിന്റെ ഉള്ളിലുള്ള സാധനം. അതായത് ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ you have to have some awareness about system prompt in order to give proper user prompt. അപ്പോൾ യൂസർ പ്രോംപ്റ്റ് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം പ്രോംപ്റ്റിന്റെ കൂടി സഹായത്തോടെ നിങ്ങൾക്ക് നെറ്റ്വർക്കിൽ നിന്ന് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്തെടുക്കാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് ഇംഗ്ലീഷിൽ പ്രോഗ്രാം ചെയ്യാന്ന്, പക്ഷെ അങ്ങനെ ചെയ്യാന്ന് മാത്രമല്ല, നമ്മളെ നെറ്റ്വർക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം, അതിന്റെ സിസ്റ്റം പ്രോംപ്റ്റ്സിനെ കുറിച്ച് അറിയണം. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ പല സൈറ്റുകളും മുകളിൽ വന്ന മാതിരി നമുക്ക് വേണ്ടത് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റണം. അതൊരു ട്രയൽ ആൻഡ് എറർ പ്രോസസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ചിലപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ടെക്നിക് ടു ChatGPT might not work with Copilot and maybe Claude. അപ്പോ സാറേ അസിസ്റ്റന്റ് പ്രോംപ്റ്റ്സ് എന്തായിരുന്നു? സിസ്റ്റം പ്രോംപ്റ്റ്സ് അസിസ്റ്റന്റ് അതിലൂടെ തന്നെ അസിസ്റ്റന്റ്. അതായത് അസിസ്റ്റന്റ് പ്രോംപ്റ്റ്സ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് അതിന് ഇപ്പൊ ഞാനിത് കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച പ്രിപ്പയർ ചെയ്തതാ, കഴിഞ്ഞ ആഴ്ച. അതായത് ഏജൻസിൽ അതായത് എനിക്ക് തോന്നുന്നത് ഏജൻസിനകത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. കാരണം അൾട്ടിമേറ്റ്ലി ഗ്രാഫ് കമ്പോസ് ഓട്ടോമാറ്റിക് ഗ്രാഫ് കമ്പോസിഷനും കമാൻഡ് എക്സിക്യൂഷനും ആണല്ലോ ഏജന്റിക് ഇതിൽ നടക്കുന്നത്. അതെ. അപ്പൊ ഏജന്റ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കാനാണ് സാധ്യത. മറ്റേ സിസ്റ്റം പ്രോംപ്റ്റ് യൂസറിന് പ്രോംപ്റ്റും ഒക്കെ ഐഡിയ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ തന്നെയാണെന്നോ എന്റെ ഓർമ്മ ശരിയാണ്, മനസ്സിലായില്ലേ? അതായത് ബേസിക്കലി ഈ understanding the internals of the network and then what kind of training they are doing is essential for actually എന്താ പറയാ getting the distilled information. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏജൻസ് ആൻഡ് എൻസെമ്പിൾ ഫ്രം ടാസ്ക് ടു സിസ്റ്റം ഓട്ടോമേഷൻ. അപ്പൊ ഈ ഏജൻസ് പ്രോമിസ് ചെയ്യുന്നത് സിസ്റ്റം ലെവൽ ഓട്ടോമേഷൻ ആണ്, മനസ്സിലായില്ലേ? അതായത് ഒരേ ഏജന്റ് ആണോ മൾട്ടിപ്പിൾ ഏജന്റിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യണോ? അപ്പൊ അത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു പ്യുവർ നെറ്റ്വർക്ക് വെച്ചിട്ട് പറ്റൂല. ഓരോ ഏജന്റും ചിലപ്പോൾ മൾട്ടിപ്പിൾ മിക്സർ ഓഫ് എക്സ്പെർട്സിനെ ഒക്കെ ചെയ്യണ്ടാവും. അപ്പോ എന്താ പറയാ, ഒരു ഇപ്പൊ ഈ എന്താ പറയാ ഈ എൻസെമ്പിൾ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മാനുവൽ പ്രോസസ് ആയിരിക്കില്ലേ? പക്ഷെ അതൊക്കെ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഈ സജഷൻ വന്നിട്ട് അവിടെ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് വേണ്ടി വരില്ല, രണ്ട് ഏജൻസ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വരുമ്പോ. മറ്റേ അങ്ങനത്തെ ഒരു അസിൻക്രണസ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സിഗ്നൽ ബേസ്ഡ് എക്സിക്യൂഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. അസിൻക്രണസ് ആണ് ഒബ്വിയസ്ലി, എക്സ്റ്റേണൽ സിഗ്നൽ ആണല്ലോ ഇവിടുത്തെ ഡിഫറൻഷിയേറ്റ് ഇപ്പൊ നമ്മൾ ഡിമാർക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മൾ മൂന്നുപേരും കൂടി ഒരു ടാസ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ പോകാൻ പറ്റുമല്ലോ. അല്ല, ഏജന്റ് ടു ഏജന്റ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഏജന്റ് ടു ഏജന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് മനസ്സിലായത്. പക്ഷെ ഈ ഹ്യൂമനെ കൊണ്ടുവരണമെങ്കിൽ എക്സ്റ്റേണൽ സിഗ്നൽ വേണം. അപ്പൊ ഈ മൊത്തം സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് അത് സിമ്പിൾ ആയിട്ട് ചെയ്യാല്ല ആക്ച്വലി. അതായത് കോണ്ടെക്സ്റ്റ് വിൻഡോ കീപ്പ് ചെയ്താൽ മതി. ഫൈനൈറ്റ് ലെങ്ത് ഇല്ലേ? അല്ല, ഫൈനൈറ്റ് ലെങ്ത് ഉണ്ടല്ല. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ്, അതായത് ബൈ നേച്ചർ ഓഫ് ദ സിസ്റ്റം തന്നെ അത് ഇനേബിൾ ചെയ്യുന്നുണ്ട് എക്സ്റ്റേണൽ സിഗ്നൽസ്. ആ ഏജന്റിന്റെ പ്രോപ്പർട്ടി ആണ്. അപ്പോ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി എല്ലാത്തിന്റെ പ്രോപ്പർട്ടി ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതെ അതെ. ഈ ഏജന്റ് ഇപ്പൊ ഒരെല്ലാം ആണോ മിക്സർ ഓഫ് എക്സ്പെർട്സ് ഉപയോഗിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റൂലല്ലോ. അതായത് നമുക്ക് ഏജന്റ് ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ടല്ലേ കിട്ടുള്ളൂ ഇപ്പോൾ ഒരിടത്ത് പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ. ബ്ലാക്ക് ബോക്സ് ആയിട്ട് അതെ API ലെവൽ സ്റ്റഫ് ആയിരിക്കും.
പിന്നെ എന്താ പറയാ, ഈ എക്സ്റ്റേണൽ ടൂൾസ് ആയിട്ട് ഇപ്പൊ പല ഈ എന്താ പറയാ പൈത്തൺ കോഡൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് പൈത്തൺ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ ഇമേജ് ഒക്കെ ഇപ്പൊ എംബഡ് ചെയ്ത് തന്നെയല്ലേ അവിടെയാണ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഇത് ചെയ്യാൻ തന്നെ നല്ല എക്സ്പെർട്ടൈസും കോസ്റ്റും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായേ. ഏത് ഏജന്റ് കൺസ്യൂം ചെയ്യണ കാര്യമല്ല പറഞ്ഞ, ഒരു ഏജന്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അതെ 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 അത് വൈപ്പ് കോഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വൈപ്പ് കോഡ് ചെയ്യാൻ പറ്റില്ല. അതല്ല വൈപ്പ് കോഡ് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, ഡിസൈൻ പറ്റില്ല. അല്ല ഞാൻ സാറിനോട് പറഞ്ഞല്ല, ഫോർ ദ എനിക്ക് മനസ്സിലായി. ഓഡിയൻസ്. ഓക്കെ, അപ്പോ ഈ എന്താ പറയാ ഓഗ്മെന്റേഷൻ ഓവർ ഈ സെന്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉടലും കുതിരയുടെ കാലും ഉള്ള ഒരു സാധനമാണ്. പിടികിട്ടിയ? ഓക്കെ, അപ്പോ ഹ്യൂമൻ ജഡ്ജ്മെന്റ് വേണം കറക്റ്റ് ഔട്ട്പുട്ട് ഒക്കെ നോക്കാൻ വേണ്ടി. അപ്പൊ പ്രോംപ്റ്റ് ക്രാഫ്റ്റ് ചെയ്യണം, മോഡൽ ഫൈൻ ട്യൂൺ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഈ പെർസെ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ ലിവറേജ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ വീക്ക്നെസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? അതല്ല, ഈ കൺസെപ്ച്വൽ എഞ്ചിനീയറിംഗ് ഈ സ്റ്റാൻഡ് പോയിന്റില്, അതായത് ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞ മറ്റേ വലിയ ചേഞ്ച് ഇല്ല ശരിക്കും അല്ലേ? അതായത് സിസ്റ്റം ഡിസൈനറുടെ സ്റ്റാൻഡ് പോയിന്റില് അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് റാപ്പർ അപ്ലിക്കേഷൻ എഴുതുന്ന ഡിഫറെന്റ് സ്റ്റോറി. ഓക്കെ, ഇപ്പോ ഒരു ഹെൽത്ത് കെയർ സൊല്യൂഷൻ ഉണ്ടെന്ന് വെച്ചോ, അവർക്ക് ഒരു അപ്ലിക്കേഷൻ എഴുതുമ്പോഴാണ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആവുക. അതെ 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 അതായത് കസ്റ്റം ഓർക്കസ്ട്രേഷൻ വേണ്ടി വരും, ഡിസ്ക്രിമിനേഷൻ വേണ്ടി വരും, പലതും തമ്മില് എൻസംബിൾ ചെയ്യേണ്ടി വരുമ്പോ യു റിക്വയർ എ ബിഗ് ഓർക്കസ്ട്രേഷൻ ലെയർ. ഇപ്പൊ അവർക്ക് എന്താ പറയാ ഈ ഇതിന്റെയൊക്കെ സിസ്റ്റം പ്രോംപ്റ്റും എല്ലാം ഒക്കെ കോൺഫിഗർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ ശരിക്കും. ഇതൊരു ഹോപ്പാണ് അല്ലേ? അതായത് ഫൗണ്ടേഷൻ മോഡലും സൂപ്പർവൈസ് ഫൈൻ ട്യൂണിങ്ങും മറ്റേ RLHF മറ്റേ എന്താ പറയാ RL റിവാർഡ് നെറ്റ്വർക്ക് കഴിഞ്ഞാലും ഈ സാറേ ഇത് അല്ല ഞാനിപ്പോ ജസ്റ്റ് അതായത് ഒരു തോട്ട് ക്രോസ് ചെയ്താണ് ഈ മറ്റേ, അതായത് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മോർ ആൻഡ് മോർ ഫോർമൽ ആവാൻ സാധ്യത ഉണ്ടല്ലോ. കാരണം ഈ കൺസെപ്ച്വൽ അതിന് ഊന്നൽ കൂടുന്നതായിട്ട് ഒരു അങ്ങനെയല്ല. ഇപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലറേറ്റീവ് ആവും എല്ലാം അല്ലേ? അതായത് പ്രൊസീജറൽ കോഡിങ്ങിൽ നിന്ന് ഡിക്ലറേറ്റീവ് കോഡിങ്ങിലോട്ട് പോകും. അതായത് പ്രോംപ്റ്റ് സെറ്റ് ചെയ്യുക, മറ്റേ ഫൈൻ ട്യൂണിങ് പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. മോർ ആൻഡ് മോർ മാത്തമാറ്റിക്കലൊക്കെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ LLMsന് പ്രീ കണ്ടീഷൻസ് മീറ്റ് ചെയ്തോ ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. റൂൾ ബേസ്ഡ് സിസ്റ്റംസും ഒക്കെ വരും, ഗാർഡ് റെയിലിന്റെ ഒക്കെ മാതിരി അല്ലേ? അതെ അങ്ങനെയല്ല. ഇപ്പൊ ഇങ്ങനെ ഉള്ള സിസ്റ്റംസ് വിൽ ത്രൈവ് ഓവർ സിസ്റ്റംസ് വിത്തൗട്ട് ദാറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വാനില ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർ ഇങ്ങനത്തെ ഏജൻസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കുറച്ചും കൂടി എന്താ പറയാ കണ്ടംപററി ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡൈനാമിക് നേച്ചർ ഓഫ് ഇൻഫർമേഷൻ ഷിഫ്റ്റ് LLMsഉം മറ്റേതും ക്യാപ്ചർ ചെയ്യാന്ന് വെച്ചോ ബേസ് സർവീസസ്, അവർക്ക് കുറച്ചും കൂടി എന്താ പറയാ സിസ്റ്റം വിൽ ഇവോൾവ് എന്നുള്ള രീതിയിലാവും അല്ലേ? എനിക്കിപ്പം തോന്നിയെന്ന് അറിയാമോ, ഇതൊരു തരം ഒരു ഡാറ്റാബേസ് എഞ്ചിൻ വന്ന മാതിരി കണ്ടാ പോരെ? ഡാറ്റാബേസ് എഞ്ചിൻ അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ നെറ്റ്വർക്ക് ഇൻക്ലൂഡിങ് ഓൾ കൈൻഡ്സ് ഓഫ് ബെൽസ് ആൻഡ് വിസിൽസ് ഇൻക്ലൂഡിങ് ലിസണിങ്. അതെ ഡാറ്റാബേസ് എഞ്ചിനേക്കാളും ക്യൂറിംഗ് മെക്കാനിസം ഡാറ്റാബേസ് എഞ്ചിൻ പറയാം.
പറയാം. അപ്പൊ ഈ പല നെറ്റ്വർക്കിനെ പല ഡാറ്റാബേസസിനെ ക്വയറി ചെയ്ത് ഇൻഫർമേഷൻ മസാജ് ചെയ്തിട്ട് വേണമല്ലോ ഡൗൺ സ്ട്രീമിലോട്ട് ഡെലിവറി ചെയ്യാൻ. അപ്പൊ അവിടെ ഒരു ഈ മസാജിങ് ഒക്കെ ഒരു തരം ഡിക്ലറേറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഗ്രാഫ് ക്യൂല് വഴി നമ്മള് കുറെ സർവീസ് എൻസംബിൾ ചെയ്യണ മാതിരി തന്നെ ആയിരിക്കില്ല ഇവിടെ. അതെ അതെ അതുകൊണ്ട് പിന്നെ വെബിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അല്ല അപ്പൊ പിന്നെ ഈ അപ്പൊ എ വഴി എന്താണ് ബെറ്റർ സർവീസ് കൊടുക്കുമ്പോ കോസ്റ്റ് എഫക്റ്റീവ് ആവോ സർവീസ്? അതേ മാർക്കറ്റ് കിട്ടുമെന്ന കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുമെന്നാണോ? കോസ്റ്റ് എഫക്റ്റീവ്നെസ് പറയാൻ പറ്റില്ല, നമ്മള് ഏർലി സ്റ്റേജിലാണ്. അപ്പൊ വെയിറ്റ് ആൻഡ് സീ. എനേബിൾഡ് ഹെൽത്ത് കെയർ സൊല്യൂഷൻ ഷുഡ് ബി കോസ്റ്റ് എഫക്റ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും, അതായത് ഒരു ഏതെങ്കിലും ഒരു തരത്തിലെ ബെനിഫിറ്റ് ഷിഫ്റ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ എനേബിൾ ചെയ്യേണ്ട ആവശ്യം എന്താ ആൾക്കാർക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സർവീസ്? അതേ അവൻ ഈ മറ്റേ മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ മാതിരി അവൻ ചെയ്യണക്കുമ്പോ ഞാൻ ചെയ്യണം, അങ്ങനെ രണ്ടുപേരും ചെയ്തിട്ട് ആർക്കും ഗുണമില്ലാണ്ടാവാനാണ്. അപ്പൊ കോസ്റ്റിന്റെ ഒരു പ്രോബ്ലം വരില്ലേ? മാർജിൻ പ്രഷർ വരും, ഒരു എക്സ്ട്രാ ലെയർ ആഡ് ചെയ്യുന്ന വരികയാണ് അല്ലേ? അത് ഓക്കെ. മാർക്കറ്റ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ആക്സിലറേറ്റഡ് ഇൻഡസ്ട്രി കൊളാപ്സ്. അപ്പൊ എന്താ പറയാ, പബ്ലിഷിംഗ് ഇൻഡസ്ട്രി, ലീഗൽ റിസർച്ച്, റേഡിയോളജി പെട്ടെന്ന് തന്നെ പ്രശ്നത്തിലാവുന്ന പറയണേ, മനസ്സിലായില്ലേ? ഓട്ടോമേഷൻ ഓഫ് ഡാറ്റ ഡ്രിവൺ വൈറ്റ് കോളർ റോൾസ്, അത് പ്രോഗ്രാമിംഗ് ആണെന്ന് പറഞ്ഞാൽ മതി. ഡിസൈൻ, കോപ്പി റൈറ്റിംഗ്, സ്റ്റോറി ബോർഡിംഗ്, ന്യൂ വിന്നേഴ്സ്, AI പ്ലാറ്റ്ഫോംസ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസീസ്. അപ്പൊ കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യാനാ പറയണേ. റേഡിയോളജി ഇപ്പൊ തന്നെ ത്രെറ്റിലാണ്. എന്താ കാര്യം? AI മോഡൽസ് ഡോക്ടേഴ്സിനേക്കാളും നന്നായിട്ട് ഇതാക്കാനുണ്ട്, ഡിറ്റക്ട് ചെയ്യണുണ്ട് ഓരോ സംഭവങ്ങൾ. എയർലി സിംപ്റ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈവൺ ചില സംഭവങ്ങളൊക്കെ എന്താണെന്ന് ഡോക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല, അതിനു മുമ്പ് തന്നെ AI ഡിറ്റക്ട് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റഡി ഞാൻ പറഞ്ഞായിരുന്നു തോന്നണം, അതായത് റെറ്റിനയുടെ ഫോട്ടോ കണ്ടിട്ട് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റണുണ്ട്. അത് എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് ആർക്കും പറയാൻ പറ്റണില്ല, അങ്ങനത്തെ സെറ്റപ്പ്. അപ്പൊ അതൊക്കെ എന്താ പറയാ, ഓൾറെഡി പ്രശ്നമാണല്ലോ. അല്ല അപ്പൊ ഈ പറഞ്ഞ ആദ്യത്തെ 4 ഐറ്റത്തില് ക്വൈറ്റ് എ ബിറ്റ് ഓഫ്, അല്ല ആദ്യത്തെ 3 പബ്ലിഷിംഗ്, വൈറ്റ് കോളർ റോൾസ്, സർവീസസ് ഇൻഡസ്ട്രിയിൽ, പിന്നെ ക്രിയേറ്റീവ് ഫീൽഡ്സിൽ ആക്സിലറേഷൻ ഉണ്ടാവും, അതിൽ കൊളാപ്സ് ഉണ്ടാവാം. പിന്നെ നാരോ AI, ബ്രോഡ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. അപ്പൊ ഈ AI അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം വഴി ആൾക്കാർക്ക് ഒരു താങ്ങ് സപ്പോർട്ട് കൊടുത്തിട്ട് ആൾക്കാരെ റീസ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണെന്നുള്ളതൊക്കെ. ഇതിപ്പോ ഈ മറ്റേ IoT, ബ്ലോക്ക് ചെയിൻ, ബിറ്റ് കോയിൻ അങ്ങനെ വന്നപ്പോ ഈ ഒരു പ്രശ്നം വന്നപ്പോഴും ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം ആൾക്കാരെ റീസ്കിൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു വരുമായിരുന്നു. ഇനിയിപ്പോ എത്തിക്കൽ ഫ്രെയിം വർക്ക്സ് കുറെ പ്രൈവറ്റ് ബോഡീസ് വന്നിട്ടുണ്ട്, ഒരു ഗവൺമെന്റ് ഇന്റർവ്യൂ ചെയ്യുന്ന ഒന്നല്ല ഈ കോമ്പറ്റീറ്റീവ് ഇതുള്ളതുകൊണ്ട്. അപ്പൊ AGIയും ASIയും വന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ലാബിൽ ബ്രേക്ക് ത്രൂ ഉണ്ടാവണം. ഇനിയിപ്പോ ലാബിൽ നിന്ന് അത് മറ്റേ വേൾഡിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗവേണിംഗ് ബോഡിയോ. പല ആൾക്കാരും വിചാരിക്കണ വെച്ചാൽ ഓപ്പൺ സോഴ്സ് മോഡൽസിന് അത് നൽകാൻ പറ്റുമെന്നാ. ഇപ്പൊ ഈവൻ മറ്റേ ഈ ഡീപ് സീക്ക് ഇറക്കിയത് പോലും എന്താ പറയാ, ഈ ചൈനീസ് ഗവൺമെന്റ് അമേരിക്കൻ ഗവൺമെന്റിന് ഹിന്റ് കൊടുത്താന്ന് പറഞ്ഞത്, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ
എന്താ പറയുക വാർഫെയർ വി ക്യാൻ ആക്ച്വലി കൊളാബറേറ്റ് ആൻഡ് ദെൻ ക്യാൻ ഹാവ് സം കൈൻഡ് ഓഫ് എ സിനർജി എന്ന്. പക്ഷെ അത് വാഷിങ്ടണിൽ ആർക്കും റീഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അമേരിക്കയിലെ ആൾക്കാർ പറയുന്നത്. ഇത് ഒരു ഇഷ്യൂ ആണ്. ആരാണ് അതായത് പ്രൊപ്രൈറ്ററി പ്ലാറ്റ്ഫോം ആണോ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ആണോ? ഇനിയിപ്പോ പല കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ. അതായത് ഇപ്പൊ നിയമങ്ങളൊക്കെ ഇപ്പൊ മറ്റേ എന്താ പറയാ ലാർജ് കോർപ്പറേഷൻസിന് അനുകൂലമാണ്. അപ്പൊ ഈ മ്യൂസിക്കൽ സാമ്പിളിംഗ് എന്നുള്ളൊരു പരിപാടി ഉണ്ടോ? ഈ ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു മ്യൂസിക് എന്തെങ്കിലും നിങ്ങൾക്ക് അതിന് ഡെറിവേറ്റീവ് വർക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കണമെന്ന് ഉണ്ടോ? അതിന് സാമ്പിളിംഗ് കണ്ട പറഞ്ഞു. അറിയില്ല. അല്ല അപ്പൊ അതൊക്കെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ കമ്പനികൾക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നെറ്റ്വർക്ക് ഡ്രെയിൻ ചെയ്യാൻ അവർ കോപ്പി അടിക്കണല്ലോ എന്ന്. അതായത് ഇതിപ്പോ ഇപ്പൊ AGISയുടെ കുറെ ഗവൺമെന്റൽ ലെവലിൽ കാര്യങ്ങളുണ്ട്. പിന്നെ കുറെ എന്താ പറയാ ലൈസൻസിങ് ഓപ്പറേഷണൽ ലെവലിൽ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ആരാണ് ഹു ഓൺസ് ദ എന്നല്ല, ഈ ഹു ഓൺസ് ദ AGI അല്ലെങ്കിൽ ASI എന്നും കൂടി ആവാം. ഓക്കെ, ഇനിയിപ്പോ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്, പല സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോ ടൈനി കമ്പനീസ് ഇതിലോട്ട്, അതായത് സ്മോൾ 2 പേരും 3 പേരുടെ കമ്പനികളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ സോളോ ബില്യണർ വരെ ഉണ്ടാവും എന്നാണ് സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ലോ കോഡ് നോ കോഡ് ടൂൾസ് വെച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് AI സ്റ്റാർട്ടപ്സിന് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാം. പിന്നെ എന്താ പറയാ ഓരോ എന്താ പറയാ നീഷ് മാർക്കറ്റിന് വേണ്ടി വെർട്ടിക്കൽ സ്പെസിഫിക് സൊല്യൂഷൻസ് ആവാം. പിന്നെ ക്ലൗഡ് ക്രെഡിറ്റ്സ് ആൻഡ് ഈ സെർവർലെസ് AI ഇൻഫറൻസ് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം സെർവറിലല്ലല്ലോ ഇത് നടക്കണേ, GPU-ലാണല്ലോ ഇത് നടക്കണേ. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിംഗിൾ മാൻ കമ്പനി ഉണ്ടാക്കാന്നാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് എൻ്റർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയാം. അല്ല, ഒരു ഫുൾ ടെക് കമ്പനി ആണെങ്കിൽ ഓടിക്കാറില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ വേൾഡിലാരെങ്കിലും ഒന്നുകൂടി പറഞ്ഞ പോയിന്റ്. ഒരു ഫുൾ ടെക് കമ്പനി ഒരാൾക്ക് സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലോട്ട് എത്തുമെന്ന് വെച്ചാൽ സോളോപ്രണിയർ ആണ് സോളോപ്രണിയർ. അല്ല, ഒരു 5 പേരുടെ കമ്പനി ഉണ്ടെങ്കിലും വൺസ് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോ പല കാര്യങ്ങൾ വേണ്ടി വരുമല്ലേ? അല്ല, എക്സ്പാൻഡ് ചെയ്യുമ്പോഴും എവിടെയാണ് പ്രശ്നം വന്നത്? അതായത് അല്ല, ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഗവേണൻസ് ആൻഡ് കംപ്ലയൻസ് ലോയുടെ ഉള്ളിൽ വേണ്ടേ? അതെ. ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ടൈനി കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്ക കമ്പനികളും എന്തെങ്കിലും ചെയ്യും, പൊട്ടൻഷ്യൽ റിസപ്ഷൻ കാണിക്കും, ഏതെങ്കിലും ഒരു ബിഗ് ജോയിന്റ് വാങ്ങിക്കും. അങ്ങനെയുള്ള ഒരു അസംഷനിലാണ് ഇരിക്കുന്നതെല്ലാം. അതെ. അല്ല, അയാൾക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കളി മാറും. പക്ഷെ എന്ന് വെച്ചാൽ കമ്പനിക്കെതിരെ അതുവരെ വേണമെങ്കിൽ ഓടിച്ചോണ്ട് പോവാം തിയററ്റിക്കലി. അതാ പറഞ്ഞേ. ഇത് ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ നമുക്ക് ഒരു ബ്രേക്ക് ത്രൂ ഇൻ ദ ലാബ് ആൻഡ് പൊട്ടൻഷ്യൽ പോസിബിലിറ്റി ഒന്ന്. പിന്നെ ലോ ഹാങ്ങിങ് ഇൻഡസ്ട്രിയിൽ, അതായത് ഇപ്പൊ നമ്മളെയൊക്കെ പ്രോഗ്രാമർ അങ്ങനത്തെ സോ കാൾഡ് സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രീസിലൊക്കെ ഈ റാപ്പർ അപ്ലിക്കേഷൻസ് തന്നെ ഇമ്പാക്ട് ചെയ്യും. പക്ഷേ ഈ ഉദ്ദേശിച്ച മാതിരി എല്ലാ സ്ഥലത്തേക്കും ഈ സാധനം അത്ര പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ടൈനി കമ്പനീസ് ഒരു സാധ്യതയാണ്, മനസ്സിലായില്ലേ? പുതിയ ഇപ്പൊ 3 പേരോ 2 പേരൊക്കെ ഉള്ള കമ്പനികൾക്കൊക്കെ ഇത് ചെയ്യാം. അത് അതിൻ്റെ ഒരു വേവ് നടക്കുന്നുണ്ട്. ഇപ്പൊ 36 യൂണിക്കോൺസ് ആൾറെഡി
2025 കഴിഞ്ഞു എന്ന് പറഞ്ഞത് വാല്യുവേഷനിലുണ്ട്. ഈ സ്മോൾ കമ്പനീസ് എന്ന് പറയില്ല, അതായത് എന്തെങ്കിലും വാല്യൂ പ്രൊപ്പോസിഷൻ ഉള്ള സ്ഥലമാണെങ്കിൽ ഒരു സ്കെയിൽ നീഡ് വരില്ല അവിടെ. ആ സ്കെയിൽ നീഡ് വരും. അത് പക്ഷെ അതിനു മുമ്പ് ഇപ്പൊ ഞാൻ പറഞ്ഞ മിക്ക ബിസിനസ്സസുവേ ചിലപ്പോ അവരെ ഇന്റന്റഡ് പർപ്പസിന് വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ബി പാർട്ട് ഓഫ് എ വൈഡർ ഒരു ഡെലിവറി ചാനലിന്റെ കൂടെ ആയി കഴിഞ്ഞാൽ ചിലപ്പോ നല്ല വാല്യൂ കിട്ടുന്ന പല ബിസിനസ് ഇല്ലേ. അതാ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കമ്പനികൾ ഇവരെയൊക്കെ വാങ്ങിക്കുമെന്നാണ് അതിന്റെ ഒരു ടേക്ക്. ഇത് റുട്ടീൻ കോഗ്നേറ്റീവ് ടാസ്ക്, ഡാറ്റ എൻട്രി, റിപ്പോർട്ട് ജനറേഷൻ അടിച്ചു പോകും. പക്ഷേ എന്താ പറയാ, ഡാറ്റ അക്യുറേഷൻ പ്ലസ് പ്രോംപ്റ്റിംഗ്, എ ക്വാളിറ്റി കൺട്രോൾസ് വരാം, പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ്, ഹൈബ്രിഡ് ട്രാൻസ്ലേറ്റേഴ്സ്. നേരത്തെ പറഞ്ഞതിന്റെ തന്നെ വേറെ വേരിയേഷൻ. അതായത് റിവേഴ്സ് എഫക്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഒറിജിനൽ എഫക്ട് ചെയ്ത് ബ്ലൂ കോളർ ആൾക്കാരെ അഫക്ട് ചെയ്യുന്നാണല്ലോ പറഞ്ഞത്, അവർ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. തിരിച്ചാ ഇത് ഹൈപ്പ് അടിച്ച സമയത്ത് ഞാനിങ്ങനെ അവന്റെ റെയിൽവേ ഒക്കെ വന്ന് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റുമായിരുന്നു ഫ്ലാറ്റിൽ നിന്ന്. അവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതാണ് അടുത്തത്. ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ, സെൽഫ് റെപ്ലിക്ക, അതൊക്കെ കുറെയൊക്കെ ഇല്ല, അതിനൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ സർവൈവൽ എന്നൊക്കെ പറയണത്, അത് എന്ത് രീതിയിലാണത് അതിന് സെൻസ് ഉണ്ടാവണെന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. അപ്പൊ വേറൊരു പ്രശ്നം സീറോ ക്ലിക്ക് ഇന്റർനെറ്റ് എന്നുള്ളതാണ്. അപ്പൊ ക്ലൗഡ് ഫെയർ എന്നുള്ള ഒരു കമ്പനി മറ്റേ AI ക്രോളിംഗ് നിരോധിച്ചു. കാരണം കുറെ ആൾക്കാരുടെ റവന്യൂവും കുറെ പബ്ലിഷിംഗ് ഇൻഡസ്ട്രീസും മേജർ ആൾക്കാരെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതെ, ഇത്രയും നാള് ക്രോൾ ചെയ്ത ട്രാഫിക് കിട്ടുമായിരുന്നു. ഇപ്പൊ അതാണ് ഇപ്പൊ ഇവര് പറഞ്ഞില്ല, പണ്ട് ഗൂഗിള് ക്രോൾ ചെയ്ത് കഴിഞ്ഞാല് എവരി അതർ ഇതിന് ഹിറ്റ് കിട്ടുമായിരുന്നു. ഇപ്പൊ 6-1 അല്ല അതൊക്കെ ഒരു ബെറ്റർ സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ മീഡിയം അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അത് ചെയ്യുന്നതെങ്കിൽ അവർ ആക്ച്വലി നെഗോഷിയേറ്റ് ചെയ്യണ വേണ്ടത് കണ്ടന്റ് പ്രൊവൈഡർ ആയിട്ട്. അങ്ങനെയല്ല, അതായത് ഇവര് കണ്ടന്റ് പ്രൊവൈഡർ ആയിട്ട് ആക്ട് ചെയ്യണം, സപ്ലയർ ആയിട്ട് ആക്ട് ചെയ്യണം LLMsന്. ഇത് ബ്ലോക്ക് ചെയ്യാന്നുള്ളതൊക്കെ ഒരു നൈവ് മൂവ്മെന്റ് ആണ്. അവർക്ക് വിസിബിലിറ്റി. അതെ അതെ അല്ല, ഇനി ഇതിപ്പോ എന്താ സംഭവിക്കുക, നെഗോസിയേഷൻ നടന്നില്ലെങ്കിൽ അതർ സാധനങ്ങൾ ഇപ്പൊ സബ്സ്റ്റാക്ക് ഒക്കെ ഇല്ല, അതൊക്കെ പൊങ്ങി വരും. അല്ല, ഇതിപ്പോ മാത്രം ബ്ലോക്ക് ചെയ്യാനുണ്ടാവുള്ളൂ, എല്ലാ ക്രോളേഴ്സിനും ആയിരിക്കില്ല. അല്ല, വേറെ ആരാണ് ഇപ്പൊ സെർച്ച് എഞ്ചിൻ ആരാ യൂസ് ചെയ്യാൻ? അതൊരു പ്രശ്നമാണ്. അപ്പൊ ഈ വേറൊരു പ്രശ്നമുണ്ട്, ഈ മറ്റേ ഇവരെ ആഡ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്ക്യൂവേജ് വരൂല്ലേ. അതായത് ആഡ് കൊടുക്കാൻ വേണ്ടി കണ്ടന്റ് ത്രോട്ടിൽ ചെയ്യില്ലേ, അല്ല കണ്ടന്റ് മസാജ് ചെയ്യില്ലേ. അങ്ങനെ ചെയ്യേണ്ടി വരില്ല എന്നാണ് പെർപ്ലക്സിറ്റി CEO പറയണത്. പക്ഷേ ഓപ്പൺ AI ഒക്കെ ഇപ്പൊ ഈ AGI വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് അതൊക്കെ ചെയ്യേണ്ടി വരൂല്ലേ, പൈസ റിക്കവറിണ്ട്. ശരിയാണ്. ഓക്കെ, പോസിബിലിറ്റി തള്ളികളൊന്നുമില്ല. ഇനിയിപ്പോ ഇവിടെയാണ് ഈ എന്താ പറയാ, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് അധികം ഇല്ല. അപ്പൊ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, മനസ്സിലായില്ലേ?
അതായത് ഇപ്പൊ ഈ പൈസ ഇറക്കുന്നവരെ അവര് എന്താ പറയാ, ഇപ്പൊ നാരായണമൂർത്തി ഇൻഫോസിസ് തുടങ്ങി ആൾക്കാർക്ക് ശമ്പളം കൊടുക്കും. നാരായണമൂർത്തി പോയി ഓട്ടോമൊബൈൽ കമ്പനിയിലും ഹോസ്പിറ്റാലിറ്റി സെക്ടറിലും മറ്റേ ഓട്ടോമോട്ടീവ് സെക്ടറിലും ഓപ്ഷനും സ്റ്റോക്കൊക്കെ വാങ്ങിക്കും. അപ്പൊ കൊടുക്കണ പൈസ തിരിച്ചു വരും. അപ്പൊ അവർക്ക് ഈ ഏതാ അല്ലല്ല ഈ നാരായണമൂർത്തിയെ ഒക്കെ ഇവിടെ വലിയാക്ക് റീഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഡീപ് ടെക് സാധനങ്ങളൊന്നും ഇല്ലാണ്ടായി മാറിയത്. രാജീവ് മൽഹോത്ര കറക്റ്റ് ആയിട്ട് അടിക്കുന്നുണ്ട് വർക്കിട്ടൊക്കെ. ആണല്ലേ? അതായത് കുറച്ച് ആൾക്കാർ ബില്യനേഴ്സ് ആയെന്നുള്ളതല്ലാതെ അവര് രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നാ പറയണേ. മനസ്സിലായി. ചൈനയിൽ അവർ റീഇൻവെസ്റ്റ് ചെയ്തു എന്നാണ്. അല്ല അപ്പൊ ഇതാണ് ഇത് എന്താ പറയാ, ഇത് ഗവൺമെന്റ് തലത്തിൽ റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ എക്കണോമിക്സ് തലത്തിൽ റെഗുലേഷൻ വന്നോണം, മാക്രോ എക്കണോമിക് ലെവലില്. പക്ഷെ അവിടെ ഇപ്പൊ ബിറ്റ്കോയിനൊക്കെ വീണ്ടും പൊങ്ങി വരുന്നുണ്ടല്ലോ. ബിറ്റ്കോയിൻ ഓരോ തവണ പൈസ കൂടുമ്പോഴും പൊങ്ങി വരും. പക്ഷെ ഈ അമേരിക്കയിൽ മറ്റേ സിലിക്കൺ വാലി സ്റ്റാർട്ടപ്പ് ഫണ്ടേഴ്സിനൊക്കെ ഡിജിറ്റൽ കറൻസി അല്ല ക്രിപ്റ്റോ ഡിജിറ്റൽ കറൻസി അവർക്ക് വേണമെന്നില്ല. അവർക്ക് ബിറ്റ്കോയിൻ ഡിജിറ്റൽ കറൻസി ആയിക്കൊള്ളാന്നുള്ളതാണ്. അത് പക്ഷേ നാഷണൽ ലെവലിൽ ത്രെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പി ഡൂം പ്രോബിലിറ്റി ഓഫ് ഡൂം 0.5 എന്ന് മുതൽ 0.999 വരെ ഉണ്ട്. നിങ്ങളുടെ ഏതാണെന്നാണ്? ഞാൻ ഏകദേശം ഒരു 0.75 ആണ്. ലാലിന് എത്ര വരും? ഞാൻ മിക്കവാറും ഒരു 85 ഒക്കെ വരും. 0.85. അതായത് ഉറപ്പാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഒപ്റ്റിമിസ്റ്റിക് ആണെന്നാണ് ലാല് പറഞ്ഞത്. അതെ. അല്ല AGI വന്നു കഴിഞ്ഞാ P(1) ആണ്. കൺസ്ട്രക്ഷൻസ് ഹ്യൂമൻ AI കൊളാബറേഷൻ ഡൊമിനന്റ് പാരഡൈം. അല്ല AGI വന്നാ സർവൈവ് ചെയ്യാൻ പിന്നെ അതേ വഴിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊളാബറേഷൻ അതിന് നമ്മുടെ ആവശ്യം വേണ്ട. അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ AGI വന്നാൽ തന്നെ പല AGI പ്രൊവൈഡേഴ്സ് ഉണ്ടാവില്ലേ? എന്താ ഒന്നുകൂടി പറയാമോ? പല AGI പ്രൊവൈഡേഴ്സ് ഉണ്ടാവില്ലേ? അങ്ങനെ AGI can be controlled അല്ലേ? അതെ, ഫസ്റ്റ് AGI ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ AGI അതിനെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. പിന്നെ കമ്പീറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അതൊക്കെ ഇടാനുള്ള കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അല്ല ആൾറെഡിയേ നെറ്റ്വർക്കിനെ കൊണ്ട് ഇപ്പൊ എന്താ പറയാ, ഈ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഫ്രീസ് ചെയ്തോണെന്നോ അതേമാതിരിയുള്ള പരിപാടിയൊക്കെ ഉണ്ടാവും. അല്ല ഇപ്പൊ മറ്റേ ഗൂഗിളിന്റെ ചെസ്സും ഗോയും ഒക്കെ അത് തമ്മി കളിച്ചല്ലേ ട്രെയിൻ ചെയ്യണത്. അതെ, അതുപോലെ ഈ പറഞ്ഞ AGI അതിന്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ചെയ്യുവാണെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അല്ല പക്ഷെ ഒരു അൺബൗണ്ടഡ് സെറ്റ് ആണ്, ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആണ് സെർച്ച് ചെയ്യുന്നത്. ഫൈനൈറ്റ് സെറ്റ് ആണ് മറ്റേ ഗെയിമൊക്കെ. അല്ല അത് നമ്മുടെ അടുത്ത് ബെറ്റർ മോഡൽ ഇല്ലാത്തോണ്ടാണെങ്കിലോ? അല്ല ആ മോഡലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ മോഡൽ തന്നെ ഒപ്പിക്കുകയാണ്. അതായത് അങ്ങനെ ഇനിയിപ്പോ ഫർദർ പവർ കൺസംഷൻ ഒന്നും ഇല്ല സാധനം. അല്ല ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുക, അതായത് പണ്ടത്തെ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം ഒരു വലിയ വീടിന്റെ വലിപ്പം, ഫുട്ബോൾ കോർട്ടിന്റെ വലിപ്പം ഉണ്ടായിരുന്ന 5-6 യൂണിറ്റിലോട്ടുള്ള കറണ്ട് കൺസ്യൂം ചെയ്യുമായിരുന്നു. നമ്മളെ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കണ വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നോളജി, ഈ ടെക്നോളജിക്ക് ലിമിറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇതിന്റെ വെയിറ്റ് ബോക്സ്
അതായത് രണ്ട് രീതിയിൽ, ഒന്ന് പ്രോബബിലിസ്റ്റിക് നേച്ചർ ഓഫ് ദി ബേസ് നെറ്റ്വർക്ക്, പിന്നെ മറ്റേ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് വരുമ്പോഴേക്കും സെർച്ച് ലെങ്തി ആവുന്നു. അപ്പോൾ അവിടെ എനർജി ബജറ്റും അങ്ങനത്തെ പ്രോബ്ലംസ് വരും. എനിക്ക് എന്തെങ്കിലും AGIക്ക് വേണ്ടി ഒരു സൂത്രം കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ സെർച്ച് ബേസ്ഡ് ടെക്നിക്ക് പോരാ. സെർച്ച് ഫോർ ദ സൊല്യൂഷൻ സ്പേസ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കൺവേർജ് ചെയ്യുന്ന, അല്ലെങ്കിൽ റിവാർഡ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ എന്താണ് റീൻഫോഴ്സ്മെന്റ് ലേണിംഗ് നെറ്റ്വർക്ക് കൺവേർജ് ചെയ്യുന്ന നല്ല ഡിഫിക്കൽട്ടിയാണ് ഇതിന്റെ ലിമിറ്റ്. അത് അപ്പൊ പറയാൻ പറ്റില്ല. ഓഗ്മെന്റേഷൻ, ഗവേണൻസ് ആൻഡ് റീസ്കില്ലിംഗ് ആണ് പറയണം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്യാം. ഓർഗാനിക് ഇന്റലിജൻസ്, മെക്കാനിസ്റ്റിക് ഇന്റലിജൻസ്, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ലോജിക് ആൻഡ് റീസണിങ്ങിന്റെ ലീനിയേജിനെ കുറിച്ച് പറഞ്ഞു. പ്രോഗ്രാമിംഗ് 1, 2, 3, അതായത് എക്സ്പ്ലിസിറ്റ് കോഡിങ്, ട്യൂറിംഗ് മെഷീൻ, വോൺ ന്യൂമൻ ആർക്കിടെക്ചർ, ന്യൂറൽ നെറ്റ്വർക്കിന്റെ വെയ്റ്റ്സ് ആസ് റെപ്രസെന്റേഷൻ ഓഫ് ലേണിംഗ്. പ്രോഗ്രാമിംഗ് 2, അതായത് CNN, മറ്റേ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, ഡീപ്പ് ലേണിംഗ്. പിന്നെ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് ആൻഡ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആൻഡ് ലേണിംഗ് ആൻഡ് റീസണിംഗ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ LRM മോഡൽ, LRM. അപ്പൊ ഈ അതിന്റെ അതാണ് പ്രോഗ്രാമിംഗ് 3.0. പിന്നെ എന്താ ഫസ്റ്റ് 70 ഇയേഴ്സിൽ എങ്ങനെയാണ് ഇന്റലിജൻസ് പെർസ്യൂ ചെയ്യുന്നത്? റൂൾ ബേസ്ഡ് സിസ്റ്റം, നോളജ് ബേസ്ഡ് ആൻഡ് എക്സ്പെർട്ട് സിസ്റ്റം, എക്സ്പെർട്ട് സിസ്റ്റത്തിന്റെ ഫെയിലിയർ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗിന്റെ റീ എമർജൻസ്, ഡീപ്പ് ലേണിംഗ് ഓഡിയോ വീഡിയോയിൽ വർക്ക് ചെയ്തത്. ഇതാണ് ഫസ്റ്റ് 70 ഇയേഴ്സിൽ. പിന്നെ ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിനെ ചുറ്റി പറ്റിയിട്ടുള്ള എവല്യൂഷനാണ്. പിന്നെ ജെൻ AI മോഡൽസിനെ എങ്ങനെ കാണണം, പിന്നെ എന്താ പറയുക, ഇംഗ്ലീഷ് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക സിസ്റ്റം ആൻഡ് യൂസർ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക വി കൻ ഡിസ്റ്റിൽ ദ ഇൻഫർമേഷൻ വി വാണ്ട്. പിന്നെ AI ഏജൻസ് എങ്ങനെ എൻസംബിൾ ചെയ്യണം, അതായത് ടാസ്ക് ഓട്ടോമേഷനിൽ നിന്ന് സിസ്റ്റം ഓട്ടോമേഷനിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ചലഞ്ചസ്. പിന്നെ എ പേഴ്സൺ, AI won't be able to beat humans, but people with AI can actually beat other humans, അല്ലെങ്കിൽ other teams or whatever it is. പിന്നെ ഏതൊക്കെ ഏരിയയിലാണ് മാർക്കറ്റ് ഡിസ്ട്രപ്ഷനും ഇൻഡസ്ട്രി കൊളാപ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. പിന്നെ AGI ASI വന്നാൽ എന്തൊക്കെയാണ് ഗവൺമെന്റൽ തലത്തിലും ഈ പ്രൈവറ്റ് ഓർഗനൈസേഷനും ഓപ്പൺ സോഴ്സ് മോഡൽസും, അങ്ങനെയല്ല കുറച്ചുകൂടി ഗവൺമെന്റൽ അല്ലെങ്കിൽ ഫോർമൽ ബോഡീസിന്റെ ലെവലിലുള്ള ഒരു ഗവേണൻസ് ആൻഡ് കംപ്ലൈൻസ് മെക്കാനിസം ആണ്. പിന്നെ ടെക്നിക്കൽ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് എങ്ങനെ ഷെയർഡ് ഗവേണൻസ് ഉറപ്പുവരുത്താം. പിന്നെ ടൈനി കമ്പനീസ്, സോളോപ്രൂണർ അല്ലെങ്കിൽ സിംഗിൾ ഓൺടർപ്രണർ ബില്യൺ കമ്പനീസ് ഒക്കെ ഉണ്ടാവാനുള്ള പൊട്ടൻഷ്യൽ ആൻഡ് ചാൻസസ്. പിന്നെ വൈറ്റ് കോളർ ജോബിനെ എങ്ങനെ ഇത് ബാധിക്കുന്നു. AI ഒരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ ആണോ, അതായത് പ്രോഗ്രാമേഴ്സ് ക്രിയേറ്റഡ് AI ആൻഡ് AI took it as അങ്ങനെ ടേക്ക് ഓവർ നടക്കണമെന്നില്ല. ഒരു ഡിസ്റപ്ഷൻ മറ്റേ മാസ് സ്കെയിൽ ഉണ്ടായാലും അതൊരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ തന്നെയാണ്. ഭസ്മാസുരന് വരം കൊടുത്താലിരിക്കും. പിന്നെ ക്ലൗഡ് ഫ്ലെയറിന്റെ AI ക്രോളേഴ്സ് ബ്ലോക്ക് ചെയ്യുന്ന ഇൻസിഡന്റ്. പിന്നെ എക്കണോമിക് പോളിസീസിന്റെ ലെവലിൽ തമ്മിലുള്ള ഇന്ററാക്ഷൻ. അപ്പൊ അവിടെ ഈ ടെക്നോളജിയൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നതിലൊക്കെ കുറെ ചാലഞ്ചസ് ഉണ്ട്. പിന്നെ പ്രോബബിലിറ്റി ഓഫ് ഡൂം, അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. പലരും 0.75 ആവറേജ് ആണ്, ചിലർ 99 ഒക്കെ പറയുന്നവരുണ്ട്. ഇഫ് റിസർച്ച് ഗോസ് AGI or ASIs, പക്ഷേ AGI ASI അടുത്തൊന്നും വരാൻ ചാൻസ് ഇല്ല, അറ്റ്ലീസ്റ്റ് യൂസിങ് ദ കറന്റ് ടെക്നോളജി. പിന്നെ ഫ്യൂച്ചർ വാട്ട് ലൈസ് അഹെഡ്. അപ്പോൾ ഇതാണ് എൻ്റെ സമ്മറി. അപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
put things in perspective. Organic intelligence എന്താണ് മെക്കാനിസ്റ്റിക് ഇന്റലിജൻസ്? ഇത് രണ്ടും മെക്കാനിസ്റ്റിക് ഇന്റലിജൻസ് എങ്ങനെയാണ് ആവിർഭവിച്ചത്? അതായത് ആദ്യകാലങ്ങളിൽ റൂൾ ബേസ്ഡ് എക്കോസിസ്റ്റവും റൂൾ ബേസ്ഡ് സിസ്റ്റംസും പിന്നെ ഡാറ്റ വെച്ചിട്ട് ഡാറ്റയിൽ ഇൻഫറൻസ് നടത്തുന്ന റെട്ടെ സിസ്റ്റം, പ്രൊഡക്ഷൻ സിസ്റ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുകയും അവിടെ കോമ്പിനറ്റോറിയൽ എക്സ്പ്ലോഷൻ, സിക്ക് അങ്ങനത്തെ പ്രൊജക്ട്സിലൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സബ്സൈഡ് ചെയ്തു. പിന്നെ ഒരു AI വിൻഡർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡീപ്പ് ലേണിംഗ് came to the fore, back propagation ഒക്കെ വെച്ചിട്ട്. സോ സം സിസ്റ്റംസ് were built. അതിനെ പ്രോഗ്രാമിംഗ് 2.0 എന്ന് പറയും. പിന്നെ 3 അതായത് പ്രോഗ്രാമിംഗ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ഓൺ ടോപ്പ് ഓഫ് ലാർജ് ലാംഗ്വേജ് മോഡൽസ്. അത് ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് 2017 ശേഷമുള്ള ഒരു റെവല്യൂഷൻ ആണ്. പിന്നെ ക്ലാസിക്കൽ LLMസിനെ പല ഇപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ത്രൂ ഹ്യൂമൻ ഫീഡ്ബാക്ക്, ഓഗ്മെന്റഡ് ഫീഡ്ബാക്ക്, പിന്നെ റിവാർഡ് ബേസ്ഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വഴി സ്പെസിഫിക് ഇന്റലിജൻസ് അവരുടെ ഡൊമൈൻ എക്സ്പേർട്സിനെ ഉണ്ടാക്കാനുള്ള ഇത് മിക്സ്ചർ ഓഫ് എക്സ്പേർട്ട് സ്ട്രാറ്റജി. അങ്ങനെ കമ്പനീസ് ലൈക്ക് OpenAI is saying that okay, AGI is near. If AGI is there, then ASI is actually not that far. 5 മിനിറ്റ് മതിയെന്നോ ഒക്കെ ഫോക്ലോർ ഉണ്ട്. അപ്പോൾ ഒരു ഇനിയുള്ള സ്ഥലത്ത് ഹ്യൂമൻ ഏജൻസി റീഡിഫൈൻ ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മെക്കാനിസ്റ്റിക് ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ക്യൂർക്സ്, വാട്ട് ആർ ഇറ്റ്സ് പോസിബിലിറ്റീസ്, വാട്ട് ആർ ഇറ്റ്സ് ലിമിറ്റ്സ്, അതിനെക്കുറിച്ച് അറിയുന്നത് ഒരു സിസ്റ്റം എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനും ആവശ്യമാണെന്നാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.